എന്തെങ്കിലും തടസ്സമുണ്ടോ, ശബ്ദമുണ്ടോ ഒന്ന് കൺഫേം ചെയ്തിരുന്നെങ്കിൽ വളരെ ഉപകാരമാണ്. രാവിലെ അല്പസമയം ലൈവിലുണ്ടായിരുന്നു, പക്ഷേ കൃത്യമായി കാര്യങ്ങൾ രാവിലെ ബോധ്യപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ് വീണ്ടും ഞാൻ വൈകുന്നേരം ലൈവിലുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. ഓൺലൈനിലുള്ളവർ ശബ്ദമുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം, ശബ്ദമില്ലെങ്കിലും കമൻ്റ് ചെയ്യണം. ഒന്ന് ശബ്ദമുണ്ടോ എന്ന് കമൻ്റ് ചെയ്തിരുന്നെങ്കിൽ ഉപകാരമാണ്. കാരണം ചെറിയൊരു ടെക്നിക്കലായ ഒരു കാരണമുള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ കേൾക്കുന്നുണ്ടെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ ലൈവ് ആരംഭിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയും പാണ്ടിക്കാട് കുഞ്ഞാലിക്കുട്ടി എന്ന കുഞ്ഞാപ്പ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തെക്കുറിച്ചൊക്കെ രാവിലെ വന്ന ലൈവിൽ ഞാൻ പറഞ്ഞിരുന്നു. അബ്ദുൽ നാസർ മഅ്ദനിക്ക് ഫാസത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ കുഞ്ഞാലിക്കുട്ടി എന്ന പാണ്ടിക്കാട് കുഞ്ഞാലിക്കുട്ടിക്ക് 100 ജന്മം ജനിക്കേണ്ടി വരുമെന്നാണ് ആദ്യമായി പറയാനുള്ളത്. 100 ജന്മം. 990-ൻ്റെയും 992-ൻ്റെയും ഒക്കെ ചരിത്രം പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടി സാദിഖലി തങ്ങളെന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ യാത്രയിൽ പലയിടങ്ങളിലും പ്രസംഗിക്കുകയുണ്ടായി. അതിൽ കഴിഞ്ഞ ദിവസവും അതിന് 4 ദിവസം മുമ്പ് നടത്തിയ പ്രസംഗത്തിലൊക്കെ അബ്ദുൽ നാസർ മഅ്ദനിയുടെ പേര് പറയാതെ പരോക്ഷമായി കേരളത്തിൽ ഒരു കാലത്ത് തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ശബ്ദമായി മാറിയ യുവാക്കളെ വഴിതെറ്റിക്കാൻ ഫാസത്തിൻ്റെ വരവിനെക്കുറിച്ച് വ്യാജ പ്രചരണങ്ങൾ നടത്തിയെന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ഇത് കേൾക്കുന്നവരോട് ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി കുഞ്ഞാലിക്കുട്ടിയുമായുള്ള നിരവധി പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ലീഗിൻ്റെ പ്രസിഡന്റായിരിക്കുമ്പോൾ, ഞാൻ കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായിരിക്കുമ്പോൾ, ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ഈ നാട്ടിൽ വലിയ രീതിയിൽ തന്നെ ആലപ്പുഴയിൽ വിളിച്ച മുദ്രാവാക്യം പോലെ തീവ്രവാദത്തിൻ്റെ വലിയ ശബ്ദങ്ങളായി തെരുവീതികളിൽ തെരുവുകളിൽ ആളെക്കൂട്ടി തീവ്രവാദം പ്രചരിപ്പിക്കുന്ന, നാടിനെ കലാപത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തികളും സംഘടനകളും കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ ഇന്നലത്തെ പ്രസംഗം. അബ്ദുൽ നാസർ മഅ്ദനിയുടെ പേര് പറയാതെ ഈ കുഞ്ഞാലിക്കുട്ടി രണ്ടാം വരവിൽ ലോകസഭയിലേക്ക് സംഘപരിവാറിനെതിരെ യുദ്ധം നയിക്കാൻ പോയ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച് വന്ന് നിയമസഭയിലെത്തിയപ്പോൾ നിങ്ങൾ കാണും. എൻ്റെ പേജിൽ പരിശോധിച്ചാൽ കാണാം, കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലും പൊന്നാനി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തീവ്രവാദി എന്ന് വിളിച്ചു. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷവും അബ്ദുൽ നാസർ മഅ്ദനി, ET മുഹമ്മദ് ബഷീറും കുഞ്ഞാലിക്കുട്ടിയും വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ തീവ്രവാദി എന്ന് വിളിച്ചു. വീണ്ടും എവിടെയെല്ലാം കിട്ടുന്ന വേദികളുണ്ടോ അവിടെയൊക്കെ അബ്ദുൽ നാസർ മഅ്ദനിയെ തീവ്രവാദിയെന്നും അബ്ദുൽ നാസർ മഅ്ദനിയും സംഘവും കേരളത്തിൽ പ്രവർത്തിച്ചത് തീവ്രവാദ പ്രവർത്തനമാണെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയാതെ പറഞ്ഞു വെക്കുന്നത്. അബ്ദുൽ നാസർ മഅ്ദനിക്ക് ഫാസത്തെക്കുറിച്ച് പഠിപ്പിക്കണ്ട എന്ന് ഞാൻ കമന്റ് ബോക്സിൽ, ഇല്ലെങ്കിൽ എൻ്റെ ഈ ലൈവിൻ്റെ അടിക്കുറിപ്പിൽ എഴുതി വെച്ചത്, അബ്ദുൽ നാസർ മഅ്ദനി എന്ന് പറയുന്ന മനുഷ്യൻ PK കുഞ്ഞാലിക്കുട്ടി അറിയണം. 56 വയസ്സുള്ള മനുഷ്യനാണ്. കഴിഞ്ഞ 5 വർഷമായി, 1/4 നൂറ്റാണ്ടായി ഭരണകൂട ഭീകരതയുടെ ഇരയാക്കപ്പെട്ട് 100 രൂപയുടെ ഒരു പെറ്റി കേസിൽ പോലും 1 മണിക്കൂർ ശിക്ഷിക്കപ്പെട്ട വ്യക്തിയല്ല മിസ്റ്റർ PK കുഞ്ഞാലിക്കുട്ടി മഅ്ദനി സാഹിബ്. 25 വർഷം ഇന്ത്യയുടെ തടവറയിലിട്ട് പീഡിപ്പിച്ചു. നിങ്ങൾക്കൊരു തെളിവിന്റെ കണിക ഈ കുഞ്ഞാലിക്കുട്ടി അടങ്ങിയ 1991 K കരുണാകരൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ 23 കേസുകൾ താങ്കളടക്കമുള്ള മന്ത്രിസഭയിലെ ഗവൺമെന്റ് അബ്ദുൽ നാസർ മഅ്ദനിക്കെതിരെ അന്ന് ചാർജ് ചെയ്തില്ലേ കുഞ്ഞാലിക്കുട്ടി? ഒരു കേസിൽ 153A 420 ഗൂഢാലോചന കുറ്റം, കലാപം ഉണ്ടാക്കാൻ വേണ്ടി മഅ്ദനി ശ്രമിച്ചു. മാറാട് കലാപ കമ്മീഷൻ, പൂന്തറ കലാപ കമ്മീഷൻ, ഇങ്ങനെ പല കമ്മീഷനുകളും കേരളത്തിൽ മഅ്ദനിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയ നിരവധി രേഖകളുണ്ട് മിസ്റ്റർ കുഞ്ഞാലിക്കുട്ടി. ഒരു രേഖയിൽ അവിടെ കറുത്ത മഷി കൊണ്ട് അബ്ദുൽ നാസർ മഅ്ദനി എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ISS അഥവാ ഇസ്ലാമിക് സേവക് സംഘ്, എല്ലാ PDP ഈ സംഘടന മൂലം കേരളത്തിൽ ഒരു കലാപം ഉണ്ടായതായി, ഒരു വർഗീയ സംഘർഷം ഉണ്ടായതായി, ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടതായി രേഖപ്പെടുത്താൻ പറ്റുമോ?
നായികക്ക് 40 വട്ടം അബ്ദുൽ നാസർ മഅ്ദനിയെ നിങ്ങൾ തീവ്രവാദി എന്ന് വിളിക്കുന്നു. അബ്ദുൽ നാസർ മഅ്ദനിയുടെ ഒന്നാം നാടുകടത്തൽ 1998 മാർച്ച് മാസം 31 മഅ്ദനിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയതിന് കാരണം പലപ്പോഴും ഞാൻ പറഞ്ഞു, മഅ്ദനി അംഗീകരിക്കുന്നോ PDP അംഗീകരിക്കുന്നോ എന്നുള്ള കാര്യമല്ല. അബ്ദുൽ നാസർ മഅ്ദനിയുടെ ഒന്നാം നാടുകടത്തലിൽ ഇന്നത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന 1998 EK നായനാറിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന P ശശി മുഖാന്തരം അന്നത്തെ ഉത്തരമേഖല ഇല്ലെങ്കിൽ എറണാകുളം സിറ്റി കമ്മീഷണറായ ജേക്കബ് തോമസ് തന്നെ വെളിപ്പെടുത്തിയ പല വെളിപ്പെടുത്തലുമുണ്ടായ ആസൂത്രിതമായി കോഴിക്കോട് നടന്നൊരു കേസുമായി ബന്ധപ്പെട്ട് അജിതയുമായി ബന്ധപ്പെട്ട് അവിടത്തെ സംയുക്തമായി കേരള യാത്ര നടക്കാൻ പോകുന്നു. കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടന്ന വലിയൊരു പെൺവാണിഭത്തിന്റെയും വലിയൊരു സെക്സ് റാക്കറ്റിന്റെയും പീഡനത്തിന്റെയും കഥകൾ പുറത്തു വരുന്നു. അതിന്റെ മുൻപന്തിയിലുണ്ടായത് ആരാണ്? ഏഷ്യാനെറ്റിന്റെ ഫയൽ ഇപ്പോഴും രേഖയാണ്. റജീനയുടെ 164 സ്റ്റേറ്റ്മെന്റും ഇപ്പോഴുമുണ്ട്. ഇപ്പോഴും റൌഫിന്റെ വീഡിയോ ഉണ്ട്. എവിടെ റൌഫ്? എവിടെ റജീന? എവിടെ 164 മൊഴി എവിടെയുണ്ട്? അബ്ദുൽ നാസർ മഅ്ദനിയെ 1998 അബ്ദുൽ നാസർ മഅ്ദനി അല്ല, കോഴിക്കോട് ഐസ്ക്രീം പാർലർ കേസിൽ അവിടെ പെൺവാണിഭം നടന്നു, കുഞ്ഞാലിക്കുട്ടി പെണ്ണിനെ പിടിച്ചൊന്നും മഅ്ദനിയും PDPയും എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അറിയണം, അബ്ദുൽ നാസർ മഅ്ദനി പാർലമെന്റിലേക്ക് കേരള യാത്ര നടത്തി. പാർലമെന്റ് മാർച്ച് 1997 അബ്ദുൽ നാസർ മഅ്ദനി മഞ്ചീശ്വരത്നാരംഭിച്ച കേരളത്തിലെ പാർലമെന്റ് മാർച്ച്. ഇത് കേൾക്കുന്നവർ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കണം. ഒരു മനുഷ്യനെ വേട്ടയാടി അബ്ദുൽ നാസർ മഅ്ദനിക്ക് സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും തീവ്രവാദം എന്തെന്ന് ഫാസിസം എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പോകുന്നു. സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും 100 ജന്മം ജനിച്ചു വരണം അബ്ദുൽ നാസർ മഅ്ദനിക്ക് ഫാസത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ. നിങ്ങൾക്കായിട്ടില്ല സാദിഖ് അലി തങ്ങളെ. നിങ്ങൾ ആരെങ്കിലും തൃപ്തിപ്പെടുത്താൻ കേരള യാത്ര നടത്തി ഏതെങ്കിലും മുസ്ലിം നേതാക്കളെ ഇരുത്തിക്കൊണ്ട് കേരളത്തിൽ സൗഹൃദമുണ്ടായി എന്ന് പറയുമ്പോൾ സാദിഖ് അലി തങ്ങൾ തിരിച്ചറിയാത്തൊരു കാര്യമുണ്ട്. സാദിഖ് അലി തങ്ങൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ആരംഭിച്ചല്ലോ. അതിനൊരു മറുപടി ഞാൻ നൽകാം. നിങ്ങൾ ബഹുമാനപ്പെട്ട ലോകമറിയപ്പെടുന്ന കാസർഗോഡിന്റെ ചെമ്പിരിക്കയുടെയും മംഗലാപുരത്തിന്റെ കാസിയായിരിക്കുന്ന താങ്കളെ പോലെ പദവിയിലുള്ള 100 കണക്കിന് മാലൂരുടെ ഖാദിയായ CM ഉസ്താദിനെ 2010 ഫെബ്രുവരി 15 കൊന്ന് കടലിൽ തള്ളിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഖബർസ്ഥാൻ കാസർഗോഡുണ്ട്. അവിടെ സന്ദർശിച്ചോ? CM ഉസ്താദിനോട് ഒരു വാക്ക് കാസർഗോഡ് സംസാരിച്ചോ? ജീവിതത്തിൽ സാദിഖ് അലി തങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. സമസ്തയുടെ വൈസ് പ്രസിഡന്റ് അല്ലേ? 100 കണക്കിന് മാഹല്ലുകളുടെ ഖാദിയല്ലേ? മരിച്ചുപോയ വഫാത്തായ ഹൈദർ അലി തങ്ങൾ പല പ്രാവശ്യം CM ഉസ്താദിന്റെ വ്യക്തിപരമായ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ 14 ജില്ലയിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കം ഇന്നലെ കോഴിക്കോട് സൗഹൃദ സമ്മേളനം നടന്നു. അവിടെ പറഞ്ഞോ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, പണ്ഡിതന്മാരായാലും നേതാക്കന്മാരായാലും വിമർശനത്തിന് വിധേയമാക്കപ്പെടുന്നു. പരിശുദ്ധമായ ദീൻ എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത് ഏതെങ്കിലും സംഘടനയുടെ കീഴിലല്ല. ഞാനും നിങ്ങളും മുസ്ലിം ആണെങ്കിൽ, വിശ്വാസമാണെങ്കിൽ, കലിമ പറഞ്ഞ് വിശ്വസിക്കുന്ന വിശ്വാസിയാണെങ്കിൽ ഒരു സംഘടനയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടല്ല നരകത്തിലും സ്വർഗത്തിലും പോകുന്നത്. ഖബറിൽ ഏതെങ്കിലും സംഘടനയുടെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇല്ലെങ്കിൽ മായ്ശറയിൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടുന്നത് APയുടെ EKയുടെ മുജാഹിദിന്റെ മെമ്പർഷിപ്പ് കാർഡ് കാണിച്ചത് കൊണ്ടൊന്നുമല്ല. റസൂൽ നബി കരീമിയുടെ ശഫായത്ത് കിട്ടുന്ന കൂട്ടത്തിൽപ്പെടുന്നത് കാന്തപുരത്തിന്റെ ആളായതുകൊണ്ടോ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ആളായതുകൊണ്ടല്ല. വിശ്വാസത്തിലും അള്ളാഹു തൃപ്തിപ്പെടുന്ന ജീവിതത്തിലാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെയുള്ള CM ഉസ്താദിന്റെ ഒരു വാക്ക് സാദിഖ് അലി തങ്ങൾ പറഞ്ഞോ? അതും പോകട്ടെ, കാസർഗോഡല്ലേ പ്രിയപ്പെട്ടവരെ, 2017 മാർച്ച് 21 ഇരുട്ടിന്റെ മറവിൽ പള്ളിക്കകത്ത് കിടന്നുറങ്ങിയ റിയാസ് മൗലവിയെ ക്രൂരമായി കൊന്നൊടുക്കിയ കാസർഗോഡ് ജില്ലയിൽ എത്രയോ ചെറുപ്പക്കാരെ കൊന്നൊടുക്കിയ കാസർഗോഡ് ഒരു ഏരയുടെ വീട്ടിൽ സാദിഖ് അലി തങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ? കൊടിഞ്ഞി ഫൈസലിന്റെ വീട് സന്ദർശിച്ചിട്ടുണ്ടോ? ഫയദ് മോന്റെ വീട് സന്ദർശിച്ചിട്ടുണ്ടോ? നിങ്ങൾ STPക്കാരന്റെ വീട് സന്ദർശിക്കണ്ട. നിങ്ങൾ ഏത് വീടാ സന്ദർശിച്ചത്? ഈ നിങ്ങളുടെ യാത്ര തുടരുകയാണ്. കുഞ്ഞാലിക്കുട്ടി അബ്ദുൽ നാസർ മഅ്ദനിക്ക് ഫാസത്തെ കുറിച്ച് പഠിപ്പിക്കുന്നു. അങ്ങനെ 97 അബ്ദുൽ നാസർ മഅ്ദനിയുടെ പാർലമെന്റ് മാർച്ച്. അബ്ദുൽ നാസർ മഅ്ദനി പ്രസംഗിച്ചത് എന്താണ്? ഇന്ന് ജയിലിൽ കിടക്കുന്ന നന്ദകുമാർ എന്ന ക്രൈം ഓൺലൈൻ മാധ്യമം പോലെ അന്നൊരു ക്രൈം വാരികയുണ്ടായിരുന്നു. കോഴിക്കോട് നിന്ന് എറണാകുളം കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്രൈം വാരികയിൽ വന്ന ചില വാർത്തകൾ ഉണ്ടായിരുന്നു. അബ്ദുൽ നാസർ മഅ്ദനി ചോദിച്ചത്, ഇത്ര നമ്പർ റൂമിൽ ഇന്ന നേതാവ് പോയെന്ന് ഇന്ന വാരികയിൽ ഇന്നതുപോലെ വന്നിരിക്കുന്നു, ഇത് നിഷേധിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? മഅ്ദനിയുടെ പ്രസംഗത്തിന്റെ ക്ലിപ്പുണ്ടാകും. മഅ്ദനി പറഞ്ഞത് ആ വേദിയിൽ വെച്ച് ഞാൻ കേട്ടിരുന്നു. ഞാൻ വ്യഭിചാര ആരോപണം ഞാൻ പറയാൻ പാടില്ല, ഇസ്ലാമിക പണ്ഡിതനാണ്, അതിന് തെളിവുകളും കാര്യങ്ങളും വേണം. പക്ഷേ മുസ്ലിം ലീഗ് എന്ന ഒരു പാർട്ടിയുടെ നേതാവിനെ കുറിച്ച് ക്രൈം എന്ന് പറയുന്ന വാരികയിൽ ഇങ്ങനെ വാർത്ത വന്നിരിക്കുന്നു, നിഷേധിക്കാൻ ലീഗ് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. കോഴിക്കോട് അജിതയും സന്നദ്ധ സംഘടനകളൊക്കെ ചേർന്നുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി കേന്ദ്രീകരിച്ചുള്ള ശ്രീദേവി നേതൃത്വം നൽകിയ കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിന് തൊട്ടടുത്തുള്ള
ഐസ്ക്രീം പാർലറുമായി ബന്ധപ്പെട്ട് അന്ന് പാണക്കാടേക്ക് ശ്രീദേവി ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് മേക്കപ്പ് ചെയ്യാൻ ബ്യൂട്ടി പാർലറുമായി വന്നിരിക്കുന്ന ആരോപണം വന്നിരുന്ന കാലഘട്ടമാണ്. ഇതൊക്കെ ഉണ്ടായിരുന്നു ഈ കുഞ്ഞാലിക്കുട്ടിയെ. അബ്ദുൽ നാസർ മഅ്ദനിയുടെ സമരം ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് മാർച്ച് നടത്തുമ്പോൾ അബ്ദുൽ നാസർ മഅ്ദനി കൃത്യമായി ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഇങ്ങനെ വാർത്തകൾ പുറത്തു വന്നു. പക്ഷേ നിങ്ങൾക്ക് അബ്ദുൽ നാസർ മഅ്ദനി നേതൃത്വം നൽകി കോഴിക്കോട് കേന്ദ്രീകരിച്ച ഐസ്ക്രീം പാർലർ കേസിന്റെ പല തെളിവുകളും പുറത്തു വരാൻ പോകുന്നു. ഈ തെളിവുകളൊക്കെ അബ്ദുൽ നാസർ മഅ്ദനിക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതിനോടൊപ്പം അബ്ദുൽ നാസർ മഅ്ദനിയോടുള്ള നിങ്ങൾക്കുള്ള ദേഷ്യം, അബ്ദുൽ നാസർ അതിനു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ? കുഞ്ഞാലിക്കുട്ടിക്ക് ഗുരുവായൂർ മറക്കാൻ പറ്റുന്നില്ല, കുഞ്ഞാലിക്കുട്ടിക്ക് ഒറ്റപ്പാലം മറക്കാൻ പറ്റുന്നില്ല, കുഞ്ഞാലിക്കുട്ടിക്ക് തിരൂരങ്ങാടി മറക്കാൻ പറ്റുന്നില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ ഡയലോഗ് നിങ്ങൾ കേട്ടോളൂ. തിരൂരങ്ങാടിയിൽ ഒരു ക്രിസ്ത്യനും വോട്ടുമില്ലാത്ത തിരൂരങ്ങാടിയിൽ മഹാഭൂരിപക്ഷത്തോടുകൂടി 26,000 വോട്ടിനാണ് AK ആന്റണി തിരൂരങ്ങാടി വിജയിച്ചത്. അവിടെ മമ്പറം പള്ളിക്ക് ബോംബ് വെക്കാൻ വന്ന് പറഞ്ഞ് മഅ്ദനിയെ അറസ്റ്റ് ചെയ്യാൻ നോക്കിയ മഅ്ദനിയുടെ വേദി ആക്രമിച്ച തെരഞ്ഞെടുപ്പാണ് തിരൂരങ്ങാടി തെരഞ്ഞെടുപ്പ്. ആ തിരൂരങ്ങാടി തെരഞ്ഞെടുപ്പിൽ 26,000 വോട്ടിന് ജയിച്ച AK ആന്റണിയെ കൊണ്ടുവന്ന് അയോധ്യയിൽ മഴ പെയ്താൽ കേരളത്തിൽ എന്തിനാണ് കൊട പിടിക്കുന്നത്? ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ മാനിക്കണം, RSSനെ മാനിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞ AK ആന്റണിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കി പദവിയിലിരുത്തി തിരൂരങ്ങാടി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ ലീഗ് തീരുമാനിച്ചു. അബ്ദുൽ നാസർ മഅ്ദനിയുടെ പാർട്ടിയും മത്സരിച്ചു. ജനാധിപത്യ രാജ്യമല്ലേ ഇത്? അവിടെ സംഘപരിവാറിന് വിജയസാധ്യതയുള്ളല്ല. ഗുരുവായൂരും മത്സരിച്ചു. അബ്ദുസ്സമദ് സമദാനിയെ കുറിച്ച് വേദിയിൽ പറയുന്നു, ചുണുചുറുക്കുള്ള ലക്ഷക്കണക്കിന് പേരെ വിളിച്ചു ചേർക്കാൻ പറ്റുന്ന മതപ്രഭാഷകനായിരുന്നു, ഇസ്ലാമിക പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തെയാണ് ഗുരുവായൂരിൽ നിങ്ങൾ മത്സരിപ്പിച്ചത്. എന്താ ഗുരുവായൂരിൽ ചെന്നത്? കെ കരുണാകരൻ അന്ന് പറഞ്ഞു, അന്നത്തെ വാർത്തകൾ ഉള്ളതാണ്. കെ കരുണാകരൻ പറഞ്ഞു, തൊപ്പി വെച്ച് ഇസ്ലാമിക ചിഹ്നത്തോടുകൂടി തൊപ്പി വെച്ച് വോട്ട് പിടിക്കാൻ സമദാനി ഇറങ്ങിയാൽ വോട്ട് കിട്ടില്ല. അതായത് ഗുരുവായൂർ നടയിൽ തൊപ്പി ഉരി വെച്ച സമദാനിയുടെ തെരഞ്ഞെടുപ്പായിരുന്നു ഗുരുവായൂർ തെരഞ്ഞെടുപ്പ്. നിങ്ങൾ നോക്ക്, നിങ്ങൾ ഹാജരാക്ക് ഗുരുവായൂർ തെരഞ്ഞെടുപ്പിന്റെ ഒരു പിക്ചറിൽ സമദാനി തൊപ്പി വെച്ച് ഒരു വോട്ട് ചോദിക്കുന്ന ഒരു ഫോട്ടോ ഹാജരാക്കാൻ പറ്റുമോ? നിങ്ങൾ തൊപ്പി ഊരിയ ഗുരുവായൂർ തെരഞ്ഞെടുപ്പിൽ ലീഗിന് ഒരു പാഠം പഠിപ്പിച്ചു. അവിടെ ആരാണ് ജയിച്ചത്? ടി കുഞ്ഞു മുഹമ്മദ് ജയിച്ച തെരഞ്ഞെടുപ്പ് ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പ്. മെഹബൂബെ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബിനെ പഞ്ഞിക്കിട്ട, ഇല്ലെങ്കിൽ ചവിട്ടുകൊട്ടയിലിട്ട, അതിനുശേഷം അബ്ദുൽ നാസർ മഅ്ദനി നേതൃത്വം നൽകിക്കൊണ്ട് ഒറ്റപ്പാലം ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിക്കപ്പെട്ട ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പ് കുഞ്ഞാലിക്കുട്ടിക്ക് മറന്നു പോകുന്നില്ല. കുഞ്ഞാലിക്കുട്ടി എടുത്തെടുത്ത ഈ 3 തെരഞ്ഞെടുപ്പ്. എന്നിട്ട് എന്താ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്? ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. സാദിഖ് അലി, അന്നത്തെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, മഹാനായ പാണക്കാട് കുടുംബത്തിലെ ഏറ്റവും നമ്മളൊക്കെ ബഹുമാനിക്കുന്ന സാദിഖ് അലി മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അങ്ങനെ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ അന്തരീക്ഷം കത്തുകയാണ്. കേരളത്തെ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഇടിമുഴക്കമുള്ള പ്രാസംഗികനൊക്കെ തെരുവിലിറങ്ങിയപ്പോൾ ഞാനും മന്ത്രിസഭയിലുണ്ടായിരുന്നു. അന്ന് ഞങ്ങളല്ലടോ മുസ്ലിം ലീഗിനോട് 4 മന്ത്രിസ്ഥാനം രാജിവെക്കാൻ അബ്ദുൽ നാസർ മഅ്ദനിയല്ല പറഞ്ഞത്. കോൺഗ്രസുമായുള്ള ബന്ധം വിക്ഷേപിക്കാൻ പറഞ്ഞത് അബ്ദുൽ നാസർ മഅ്ദനിയല്ല. കുഞ്ഞാലിക്കുട്ടി മനസ്സിലാക്കണം, 992 PDP ഉണ്ടായിരുന്നില്ല. PK കുഞ്ഞാലിക്കുട്ടി ഓർമ്മയിലിരിക്കട്ടെ താങ്കളുടെ. അന്ന് മെഹബൂബെ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബാണ് നരസിംഹറാവുവിന്റെ ചേംബറിൽ കയറി പറഞ്ഞു, നിങ്ങൾ വഞ്ചകനാണ്, ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിന്റെ വഞ്ചകനാണ്, നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചില്ല. കർസേവകർക്ക് അയോധ്യയിലെത്തി, ഫൈസാബാദിലെത്തി ബാബരി മസ്ജിദിന്റെ തങ്കത്തടനങ്ങൾ തകർക്കാൻ വേണ്ടി ഇന്ത്യൻ മിലിറ്ററിയെ സംരക്ഷണം കൊടുത്ത നരസിംഹറാവു നിങ്ങൾ വഞ്ചകനാണെന്ന് പറഞ്ഞത് മെഹബൂബെ മില്ലത്ത് സാഹിബ് പറഞ്ഞു. കേരളത്തിലുള്ള കോൺഗ്രസുമായുള്ള ബന്ധം വിക്ഷേപിച്ച് 4 മന്ത്രിമാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബ് എന്ന ഗർജന സിംഹമായിരുന്നു. ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിന്റെ നേതാവായിരുന്നു. കേട് തേങ്ങയെന്ന് വിളിച്ചവർ, നിങ്ങൾ ആക്ഷേപിച്ചവർ, നിങ്ങൾ മകനിക്ക് പൊന്നാനി സീറ്റ് ഓഫർ ചെയ്ത്, കുഞ്ഞാലിക്കുട്ടി രാജിവെക്കുന്ന സീറ്റിൽ ഓഫർ ചെയ്ത് ലോകസഭയിലേക്ക് രാജ്യസഭയിലേക്ക് പറഞ്ഞു പറ്റിച്ചുകൊണ്ട് സിറാജ് സേട്ടിനെ കൊണ്ട് കോഴിക്കോട് ലയനം നടത്തിയ INL ഉണ്ടായതിന്റെ ചരിത്രം അറിയണം. ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബിനെ സംസ്ഥാന പ്രസിഡന്റ് പുറത്താക്കിയ ഒരു ചരിത്രമുള്ള കാലത്തിൽ അബ്ദുൽ നാസർ മഅ്ദനി 992 ചോദിച്ചു, മെഹബൂബെ മില്ലത്ത് എന്ന ഇന്ത്യൻ ന്യൂനപക്ഷത്തിന്റെ ഗർജന സിംഹം ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ട് സംസ്ഥാന ലീഗ് സ്വീകരിക്കപ്പെടുന്നില്ല? മുസ്ലിം ലീഗ് ഉണ്ടായത് മലപ്പുറത്തുനിന്നല്ല, ആന്ധ്രയിൽ മുസ്ലിം ലീഗിന് MLA മാർ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിന് തമിഴ്നാട്ടിൽ MLA മാർ ഉണ്ടായിരുന്നു. കർണാടകയിൽ ബെള്ളാരിയിൽ മുസ്ലിം ലീഗിന് MLA ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിന്റെ ചരിത്രം കുഞ്ഞാലിക്കുട്ടി ഒന്ന് പഠിക്കൂ. എവിടെന്നെങ്കിലും കയറി വന്ന് മുസ്ലിം ലീഗിന്റെ ഖായിദെ മില്ലത്തിന്റെ കാലഘട്ടത്തിൽ 1948 മുസ്ലിം ലീഗ് സ്ഥാപിച്ചതിന് ശേഷം ഇന്ത്യ രാജ്യത്ത് എത്ര സംസ്ഥാനത്ത് മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു? ആ മുസ്ലിം ലീഗിന്റെ ദേശീയ അധ്യക്ഷനായിരുന്നു ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബ്. അബ്ദുൽ നാസർ മഅ്ദനി 992 മുസ്ലിം ലീഗിന്റെ നിലപാടുകളെ വിമർശിക്കുന്നു. 988 അബ്ദുൽ നാസർ മഅ്ദനിയുടെ പ്രസംഗം എടുത്തു നോക്കിയാൽ കേരളത്തിൽ മുസ്ലിം സമുദായത്തിന്
നേരിടുന്ന പല വാർത്തകളും ഉത്തരേന്ത്യയിലെ വാർത്തകൾ അന്ന് ചന്ദ്രികയിലാണ് റിപ്പോർട്ട് ചെയ്യാറുള്ളത്. അബ്ദുൽ നാസർ മഅ്ദനി വാർത്ത പറയുമ്പോൾ ആ വാർത്തയെ പറയുമ്പോൾ പ്രസംഗിക്കുമ്പോൾ ചന്ദ്രികയെ കോട്ട് ചെയ്ത് പറയാറുണ്ട്. കുഞ്ഞാലിക്കുട്ടിക്ക് അറിയില്ല ഇന്ത്യയിൽ ഫാസിസം കടന്നു വരുന്നു. അന്ന് കൊരമ്പയിൽ ആമദാജിയായിരുന്നു മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി. അബ്ദുൽ നാസർ മഅ്ദനിയെ ദ്രോഹിക്കുന്നിടത്തോളം ദ്രോഹിച്ചു. തിരൂരങ്ങാടിയിൽ മമ്പ്രത്തെ പള്ളിക്ക് ബോംബ് വെക്കാൻ വെക്കുന്നു പറഞ്ഞ് മഅ്ദനിയെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ നോക്കി. മഅ്ദനിയെ ആദ്യമായി ബോംബ് പറഞ്ഞത് RSSകാരെങ്കിൽ രണ്ടാമതായി അബ്ദുൽ നാസർ മഅ്ദനിയെ ബോംബ് പറഞ്ഞത് തളിപ്പറമ്പിൽ വെച്ച് ഇന്നും ജീവിച്ചിരിക്കുന്നവരുണ്ട്. ആ ബോംബെറിയുമ്പോൾ ആസിഡ് ബോംബ് ആദ്യമായി അബ്ദുൽ നാസർ മഅ്ദനി രാജ്ഭവൻ മാർച്ച് നടത്തി. കാസർഗോഡ് നിന്ന് രാജ്ഭവൻ മാർച്ച്. ഇന്ന് വരെ കേരളത്തിലോ ഏത് രാഷ്ട്രീയ 100 ജന്മം ജനിച്ച രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാൽ ബാബരി മസ്ജിദ് യഥാസ്ഥാനത്ത് സ്ഥാപിക്കണമെന്ന് ജനസംഖ്യാ സംവരണം നടപ്പിലാക്കണം, മറ്റുള്ള വിഷയങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്ഭവൻ മാർച്ചായിരുന്നു കാസർഗോഡ് നിന്ന് ആരംഭിച്ചു. തളിപ്പറമ്പത്തും അബ്ദുൽ നാസർ മഅ്ദനിയുടെ വാഹനത്തിനെതിരെ ഇന്നും ആ വാഹനത്തിന്റെ ആസിഡ് ബോംബ് തട്ടിമാറ്റിയ സലീം എന്ന സഹോദരൻ എന്റെ ജില്ലക്കാരനാണ്. അബ്ദുൽ നാസർ മഅ്ദനിയെ രണ്ടാമത് കൊല്ലാൻ ശ്രമിച്ചത് മുസ്ലിം ലീഗുകാരായിരുന്നു. 92 ആഗസ്റ്റ് 6-ാം തീയതി ബോംബ് വെച്ച് RSSകാർ ബോംബെറിഞ്ഞ് മഅ്ദനിയെ തകർത്തപ്പോൾ ഇതേ KNA ഖാദർ കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിരുന്നു. സ്വന്തം കയ്യിൽ നിന്ന് പൊട്ടിയ ബോംബായിരുന്നു മഅ്ദനിയുടേത്. സ്വന്തം കയ്യിൽ നിന്ന് ബോംബ് പൊട്ടിയെന്ന് കേരളത്തിൽ ആദ്യമായി പ്രചരിപ്പിച്ചത് മുസ്ലിം ലീഗായിരുന്നു. മുസ്ലിം ലീഗിന്റെ മുന്നണി ഭരണത്തിലായിരുന്നു. 991-ന്റെയും 92-ന്റെയും കാലഘട്ടത്തിൽ അൻവാർ ഷേരി എന്ന അനാഥ മന്ദിരത്തെ അടിച്ചു പൂട്ടി സീല് ചെയ്ത് അവിടുത്തെ അധ്യാപകരെ മർദ്ദിച്ചതും ആ സ്ഥാപനത്തെ സീല് വെച്ചതും UDFന്റെ ഭരണകാലത്തായിരുന്നു. അബ്ദുൽ നാസർ മഅ്ദനി ആദ്യമായി പൂജപ്പുര സെൻട്രൽ ജയിലിലടിച്ചത് ഇതേ UDF ഭരിക്കുമ്പോൾ. അബ്ദുൽ നാസർ മഅ്ദനിക്കെതിരെ 30ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തത് UDF ഭരിക്കുമ്പോൾ. അബ്ദുൽ നാസർ മഅ്ദനി പ്രസംഗിച്ച പ്രകോപനപരമായ ഒരു പ്രസംഗം ഒരു സുപ്രീം കോടതി മുതൽ, കാരണം തമിഴ്നാട്ടിലെ വിചാരണ കോടതി, ഹൈക്കോടതി, കർണാടകയിൽ ഹൈക്കോടതി, ഇപ്പോഴത്തെ വിചാരണ കോടതിയിലൊക്കെ കൊണ്ടുപോയി നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇവിടുന്ന് ലീഗുകാരന്റെ ഫോട്ടോസ്റ്റാറ്റ് പോലെ എത്തുന്ന അബ്ദുൽ നാസർ മഅ്ദനി കേരളത്തിലെ കലാപകാരിയായ പ്രാസംഗികനെന്ന് ഏത് കലാപ പ്രസംഗത്തിലോ മഅ്ദനിയെ ശിക്ഷിച്ചിട്ടുള്ളത്? അബ്ദുൽ നാസർ മഅ്ദനിയെ വീണ്ടും വെട്ടി. പലവരും മൗനം പാലിക്കുകയാണ്. 24 മണിക്കൂർ അരിയും മലരും എന്ന മുദ്രാവാക്യം വിളിച്ചത് പീഡിപ്പിക്കാരോ മഅ്ദനിയല്ല. ആ വിളിച്ചവരെ തന്നെ ആക്ഷേപിച്ച് അതിന്റെ നേതാവിനൊന്നും ഫേസ്ബുക്കിൽ കാണുന്നില്ല. എന്താ ലീഗിനെ പറയാൻ നിങ്ങൾക്ക് നട്ടല്ലില്ലേ? ലീഗ് എന്തോ സമുദായത്തിന്റെ അണ്ടിപ്പിറവകാശം കൊടുത്ത സംഘടനയാണോ? സാദിഖലി അങ്ങ് തങ്ങളെ വിമർശിക്കാൻ രാഷ്ട്രീയത്തിൽ എന്താ അതിയില്ലേ? എന്താ സാദിഖലി തങ്ങൾ കേരളത്തിൽ യാത്ര നടത്തി പറഞ്ഞത്? ഈ യാത്ര നടക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ എന്താ നിങ്ങൾ കേട്ടോ പ്രിയപ്പെട്ടവർ? ഇത് കാണുന്നവർ ബുദ്ധിയും ചോറ് വൈകുന്ന നിങ്ങളൊന്ന് ഷെയർ ചെയ്യും. കുഞ്ഞാലിക്കുട്ടി പ്രസംഗിച്ചെന്താ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടോ? അരിയും മലരും എന്ന മുദ്രാവാക്യം കേട്ടപ്പോഴാണ് സാദിഖലി തങ്ങൾ ഈ തെരുവിലേക്ക് ഇറങ്ങിയത്. പ്രവാചകൻ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ദ്യ നടത്തിയത് കൊണ്ടല്ല, പ്രവാചകനെ RSSകാരൻ ആക്ഷേപിച്ചത് കൊണ്ടല്ല ഞാൻ തെരുവിലിറങ്ങിയത്, പ്രവാചകനെ മോശമായി ചിത്രീകരിച്ചത് കൊണ്ടല്ല സാദിഖലി തങ്ങൾ തെരുവിലിറങ്ങിയത്. പ്രവാചക കുടുംബത്തിൽപ്പെട്ട തങ്ങൾ പാരമ്പര്യപ്പെട്ട സാദിഖലി തങ്ങൾ തെരുവിലിറങ്ങിയത് ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ റാലിയിൽ അരിയും മലരുന്ന മുദ്രാവാക്യം കേട്ടപ്പോഴാണ് സാദിഖലി തങ്ങൾ കേരള യാത്ര പ്രഖ്യാപിച്ചത്. പ്രവാചകൻ അന്വേഷിച്ചത് കൊണ്ടല്ല, ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങളെ വേട്ടയാടിയത് കൊണ്ടല്ല. നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവർ, ആരെ തൃപ്തിപ്പെടുത്താൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇല്ലെങ്കിൽ AP ഉസ്താദ് പോകുന്നു? ഞാൻ സുന്നിസമായതുകൊണ്ട്. എത്ര മുസ്ലിം തടവുകാരാണ് ഇന്ത്യൻ തടവറയിൽ? സിദ്ദീഖാപ്പന്റെ നാട് എവിടെയാണോ? ഉഗാണ്ടയിലാണോ? പറഞ്ഞുപോയാൽ വൈകാരികമായി പോകും. ഉഗാണ്ടയിലാണോടോ സിദ്ദീഖാപ്പന്റെ നാട്? പരപ്പനങ്ങാടി സക്കരിയ എവിടെയാണോ? അമേരിക്കയിലാണോ ഉള്ളത്? എത്ര മുസ്ലിം തടവുകാർ ഇന്ത്യൻ തടവറയിൽ? ടാറ്റ പോഡ എത്ര NSA എത്ര നിയമങ്ങൾ കൊണ്ടുവന്നു. ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനോട് ഞാൻ നിങ്ങൾ എന്താ 24 മണിക്കൂർ ഒരു നേതാവിന്റെ പോസ്റ്റിലല്ലേ? KNA ഖാദറിനെതിരെ നസ്രുദ്ദീൻ പോസ്റ്റ് ഇട്ടു. എന്റെ അരിയും മലരും എന്ന് പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടിയുടെ വലിയ വൈകാരികമായ ഒരു പ്രസംഗം ഇന്നലെ കേട്ടില്ലേ? പ്രവാചകൻ ഇന്ത്യക്കെതിരെ സാദിഖലി തങ്ങൾ കേരളത്തിൽ പ്രസംഗിച്ചോ? കുഞ്ഞാലിക്കുട്ടി പ്രസംഗിച്ചോ? KM ഷാജി പ്രസംഗിച്ചോ? പ്രവാചകനെ നിന്ദിച്ചാൽ ഇവർക്ക് എന്ത് പ്രശ്നം? 991-ന്റെ ചരിത്രം പറയാ. 991-ലാണ് എന്റെ അറിവ് ശരിയാണെങ്കിൽ കോട്ടയം യൂണിവേഴ്സിറ്റിയിൽ പ്രവാചകനെ കുറിച്ച് കൊള്ളത്തലവൻ എന്ന പുസ്തകം എഴുതി. അന്ന് BJP-യിൽ പോയൊരു നേതാവ് കലക്ടറായിരിക്കുമ്പോൾ അതിന്റെ ചരിത്രം പറഞ്ഞിരുന്നു. അന്ന് അബ്ദുൽ നാസർ മഅ്ദനി കേരളത്തിലെ ഒരു യുവ പ്രവാചകനാണ്. എന്റെ പ്രസംഗം കേൾക്കുന്ന കാസിം ഉസ്താദുണ്ട്. ഞാനിത് പറയുന്നത് വ്യക്തിപരമായ എന്റെ ലൈവാണ്. ഇത് പറയാതിരിക്കുന്ന അറിവിൽ നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും പറയാതിരിക്കലാണ്. അബ്ദുൽ നാസർ മഅ്ദനിയും ഉണ്ടെന്ന്
പ്രവാചകന് കൊള്ളത്തലവൻ എന്ന പുസ്തകം എഴുതി. ഇവിടെ പ്രശ്നമുണ്ടായി. ന്യൂമാൻ കോളേജിൽ പ്രൊഫസർ ജോസഫ് എഴുതിയത് പൊതുവെ കഠിനമായ വാക്കുകൾ. കേരളത്തിൽ പ്രശ്നമുണ്ടായി. സംയുക്ത യോഗം വിളിച്ചു ചേർത്തു. ആരാ? ലീഗിന്റെ നേതൃത്വത്തിൽ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളും സമസ്തയുടെയും മറ്റ് നേതാക്കളൊക്കെ. പക്ഷേ അബ്ദുൽ നാസർ മഅ്ദനി ഒരു ഡിമാൻഡ് പറഞ്ഞു. ആ പുസ്തകം പിൻവലിച്ച് മാപ്പ് പറയാതെ ഒരു അഡ്ജസ്റ്റ്മെന്റും ഒരു സംയുക്ത ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന നിലപാടെടുത്തു. ഇതൊക്കെ ചരിത്രമുള്ളതാണ്. നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ആകാം. KN ഖാദറിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നില്ലേ, ഞാൻ സാംസ്കാരിക സമ്മേളനത്തിന് പോയി. ലീഗിന് തൃപ്തിയാണ്. കറപ്പൻ എന്ന് പറഞ്ഞ ഒരാൾ ആക്ഷേപിച്ചാൽ താക്കീത് നൽകുന്ന സാദിഖ് അലി തങ്ങളുടെ ലീഗ്. ഇവിടെ പൂക്കോയ തങ്ങൾ തന്നെയാണ് സാദിഖ് അലി തങ്ങളെക്കാളും പവറുള്ള, അതിനേക്കാളും പാണ്ഡിത്യമുള്ള, അറിവുള്ള പൂക്കോയ തങ്ങളാണ് മുസ്ലിം ലീഗിന്റെ നേതാവായിക്കൊണ്ട് കാസർഗോഡ് ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് നടത്തിയത്. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് നടത്തിയത് പൂക്കോയ തങ്ങൾ. പാലക്കാട് നിങ്ങളുടെ തലമുറ, ഇവിടെ തങ്ങന്മാരുടെ തലമുറകളും അതിന്റെ ചരിത്രം എടുത്തു നോക്കുക. KN ഖാദർ ആരാണ്? കമ്മ്യൂണിസത്തിൽ നിന്ന് മുസ്ലിമിലേക്ക് വന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം പറഞ്ഞില്ലേ, ഞാൻ പറയുന്നില്ല പ്രസംഗം, ഒറ്റക്കാലം മഅ്ദനി എന്ന് വിളിച്ച അബ്ദുൽ നാസർ മഅ്ദനിയെ വേട്ടയാടാതെ നിങ്ങൾ വെറുതെ വിട്ടിട്ടുണ്ടോ? ഈ മഅ്ദനിയുടെ കാല് പിടിച്ച 2001 മറന്നു പോകണ്ട കുഞ്ഞാലിക്കുട്ടി. താങ്കൾ കൊടുത്തുവിട്ട കത്ത്, താങ്കൾ അഭ്യർത്ഥിച്ച കത്ത് അബ്ദുൽ നാസർ മഅ്ദനി റമദാനിൽ വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടില്ല. അബ്ദുൽ നാസർ മഅ്ദനി വിട്ട കുറ്റിപ്പുറത്തൊക്കെ നിങ്ങൾ എടുത്തു കാട്ടിച്ചല്ലോ. ഇവിടെ ഞാൻ പറയുന്നു, അബ്ദുൽ നാസർ മഅ്ദനി ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഈ വേട്ടയാടൽ മൗനം എന്താണ്? ഇവർ പറഞ്ഞത് സമ്മേളനത്തിൽ മഅ്ദനി തീവ്രവാദിയായിരുന്നു, അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പാണ് അദ്ദേഹം ജയിലിൽ കിടക്കുന്നത്. ആരുണ്ടോ ഈ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ? രാജ്യത്തിന്റെ ചരിത്രമുണ്ട് കുഞ്ഞാലിക്കുട്ടി. 25 മണിക്കൂർ അബ്ദുൽ നാസർ മഅ്ദനി കിടന്ന ജയിലിൽ കിടക്കാൻ നട്ടലുണ്ടോ തനിക്ക്? അതിനുള്ള നെഞ്ചുറപ്പുണ്ടോ തനിക്ക്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പണിഷ്മെന്റ് ജയിലായ രാജീവ് വധക്കേസിലെ പ്രതികളടക്കമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പണിഷ്മെന്റ് ജയിലിൽ 4 മാസക്കാലം ഒറ്റ ജയിലിന്റെ അകത്ത് ഒറ്റ ജുബ്ബയിട്ട് ഒറ്റ വസ്ത്രം കൊണ്ട് ഇരുട്ട് റൂമിന്റെ അകത്ത് അദ്ദേഹത്തെ പീഡിപ്പിക്കാൻ നോക്കി പോലും തകർന്നു പോകാത്ത നെഞ്ചുറപ്പോടുകൂടി 2007 ആഗസ്റ്റ് 1 കേരളത്തിൽ വന്ന് സാമ്രാജ്യത്വ വിരുദ്ധം പറഞ്ഞ നേതാവാണ് മഅ്ദനി. എന്താ സാമ്രാജ്യത്വ വിരുദ്ധം? ആണവ കരാർ വിഷയം 2009 നിങ്ങളൊന്നും വിചാരിക്കേണ്ട മഅ്ദനി ഒരു അധികാരമോയും ഇല്ലെങ്കിൽ കുമ്മനം ഷാജി പറഞ്ഞതുപോലെ പണം കാണുമ്പോൾ 4 കാലിൽ എന്താ 2009 മഅ്ദനി കേരളത്തോട് പറഞ്ഞു? ഇതൊക്കെ പറയണം പ്രിയപ്പെട്ടവരെ. എന്താ സാമ്രാജ്യത്വം? ആണവ റിയാക്ടർ ഇന്ത്യയിൽ ഉണ്ടായി. എന്താണ് അതിന്റെ രാഷ്ട്രീയം? സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട്. രണ്ടാം UPA സർക്കാരിന് ഇടതുപക്ഷം പിന്തുണ പിൻവലിക്കപ്പെട്ട 2009 എന്തിനാ അബ്ദുൽ നാസർ മഅ്ദനി ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്? എന്താ ഇടതുപക്ഷം മതേതരത്വചേരി ഇന്ത്യയിൽ ഉയർന്നു വരണമെന്ന് പറയുന്നത്? ഇവിടെ ഷാജി സംഘപരിവാറിന് വേണ്ടി മറ്റൊരു പതിപ്പാണ് ഇടതുപക്ഷം എന്ന് പറയുന്നില്ല. ഇന്ത്യയുടെ ചരിത്രം എടുത്തു നോക്കുക. ഇന്ത്യ 45 കൊല്ലം കോൺഗ്രസ് ഭരിച്ച് നമുക്ക് സമ്മാനിച്ചത് എന്താ പ്രിയപ്പെട്ടവരെ? ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ, ആയിരക്കണക്കിന് കലാപങ്ങൾ, 10,000-കണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ ജയിൽ. ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ പ്രതീകം തകർത്തു. 55 മണിക്കൂർ ഇന്ത്യയുടെ കോൺഗ്രസിന്റെ ഉത്തരേന്ത്യയിൽ ജയിക്കാൻ പറ്റാത്ത മുസ്ലിം ലീഗിന്റെ സീറ്റിൽ കേരളത്തിൽ നിന്ന് MP ആയ രാഹുൽ ഗാന്ധിയെ ED ചോദ്യം ചെയ്തപ്പോ അത് പറയാണ്, പാർലമെന്റ് മണ്ഡലത്തില് കോഴിക്കോട് പാർലമെന്റ് 2 പേരെ ചോദ്യം ചെയ്തു. ഇന്നത്തെ പ്രസംഗം ഷാജിയുടെ ഒന്ന് എന്നെയും ഒന്ന് നോക്കി. ആരെയാണ്? രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ 55 മണിക്കൂർ ചോദ്യം ചെയ്ത വലിയൊരു പ്രശ്നമാണ്. എന്ത് 55 മണിക്കൂർ? 55 വർഷം ജയിലിട്ട എന്താ പ്രശ്നം? ഒരു മനുഷ്യനെ, നിരപരാധിയായ മനുഷ്യൻ. നിങ്ങൾ ഭരിക്കുന്ന കർണാടകയിൽ സ്വന്തം ഉമ്മയെ കാണാൻ കേരളത്തിലേക്ക് വരുമ്പോൾ GST അടക്കണമെന്ന് പറഞ്ഞ നിങ്ങളുടെ പാർട്ടി. അബ്ദുൽ നാസർ മഅ്ദനി കുടുംബീകരനാണ്. സിദ്ധരാമയ്യയുടെ സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം നിങ്ങൾ മറന്നുപോയോ? മഅ്ദനിയുടെ ഉമ്മയുടെ ഉമ്മ മരിക്കുമ്പോൾ കേരളത്തിലേക്ക് വന്നാൽ കലാപം ഉണ്ടാവുന്ന AK ആന്റണി കൊടുത്ത ഫാക്സ് മെസ്സേജ് മറന്നുപോയോ? രാഷ്ട്രീയത്തിന്റെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം UDF-നെ പിന്തുണച്ചിട്ടുണ്ടാകാം, ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടുണ്ടാവാം. അബ്ദുൽ നാസർ മഅ്ദനി ഒരു ആദർശം, ഒരു നിലപാട് പറഞ്ഞു. അതാണ് എന്നെ പോലെയുള്ളവർ, ഇതിലെ പല രാഷ്ട്രീയത്തിലുള്ളവർ മഅ്ദനിയെ സ്നേഹിക്കുന്ന നട്ടലുള്ള ആൺകുട്ടിയായ ഒരു മനുഷ്യനാണ് മഅ്ദനി. സംഘ് പരിവാർ എന്താണെന്നോ, സംഘ് പരിവാറിന്റെ കടന്നു വരും എന്താണെന്നോ ആരെങ്കിലും ഭയന്നുകൊണ്ടല്ല. പാണക്കാട് പുതുപ്പള്ളി തെരുവിലെ സിറാജുന്നസൈ എന്ന് പറയുന്ന പെഞ്ചു ബാലികയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർക്കാൻ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ച ആ വാക്ക് കേരളത്തിൽ പൊതുസമൂഹത്തിൽ മഅ്ദനി വിളിച്ചു പറഞ്ഞടോ കുഞ്ഞാലിക്കുട്ടി. കാട്ടൂർ ആലി മുസ്ലിയാറെ പള്ളിക്കകത്ത് വെട്ടിക്കൊന്നപ്പോ അബ്ദുൽ നാസർ മഅ്ദനി തെരുവിൽ വിളിച്ചു പറഞ്ഞടോ കുഞ്ഞാലിക്കുട്ടി. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോ 3003 പള്ളികൾ ഞങ്ങൾ തകർക്കുമെന്ന് അശോക് സിംഗാൾ തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തിയപ്പോൾ മഅ്ദനി പ്രസംഗിച്ചു കുഞ്ഞാലിക്കുട്ടി. ഇന്ത്യയുടെ സാംസ്കാരിക നഗരിയായ തൃശ്ശൂരിൽ വന്ന് ഉമാഭ്രാന്തി പ്രസംഗിച്ചു. മാർക്കറ്റിൽ പോകുമ്പോൾ കടാര വാങ്ങിക്കോളൂ, പശു ഇറച്ചി തിന്നുന്ന അടുത്ത വീട്ടിലെ മുസൽമാന്റെ അടിവയറ്റിലേക്ക് ഏറ്റാൻ മഅ്ദനി അവിടെയും പ്രസംഗിച്ചു. അത് മാത്രമല്ല കുഞ്ഞാലിക്കുട്ടി, അബ്ദുൽ നാസർ മഅ്ദനി ബോംബെയിൽ ബാൽ താക്കറുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ മൂക്കിന് താഴെ വിരൽ ചൂണ്ടി
994 മഅ്ദനി പ്രസംഗിച്ചിരുന്നു. താങ്കൾ പറയുന്ന യോഗിയുടെ താങ്കൾ ഓടിയല്ലോ, ഡൽഹിയിൽ നിന്ന് ഓടിയല്ലോ. ജീവിതത്തിൽ ഒരിക്കലും UP-യിൽ പോയിട്ടുണ്ടോ കുഞ്ഞാലിക്കുട്ടി? അവിടുത്തെ സംഘ് പരിവാർ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയിട്ടുണ്ടോ? നിങ്ങൾ പോയിട്ടുണ്ട്. അബ്ദുൽ നാസർ മഅ്ദനി പോയിട്ടുണ്ട്, നാഗ്പൂർ പോയിട്ടുണ്ട്, മഹാരാഷ്ട്രയിൽ മഅ്ദനി പ്രസംഗിച്ചിട്ടുണ്ട്, PDP മത്സരിച്ചിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടി. ആ UP-യിൽ മുലായം സിംഗ് യാദവിനോടൊപ്പം 996 തെരഞ്ഞെടുപ്പിൽ SP-യുടെ പ്രചരണ ഉറുദുവിലും മലയാളത്തിലും മഅ്ദനി പ്രസംഗിച്ചിട്ടുണ്ട് UP-യിൽ. കുഞ്ഞാലിക്കുട്ടി ഇവിടുന്ന് സംഘപരിവാറിനെതിരെ പോരാടാൻ ഡൽഹിയിൽ പോയി. ഇതൊക്കെ പറയുന്നതിനാ? അങ്ങനെ 900 വിഷയത്തിലേക്ക് കേൾക്കുന്നവർ കൺവെർട്ട് ചെയ്തിട്ട് പോകില്ല. വിഷയം പൂർത്തീകരിച്ചിട്ട് ഈ ലൈവ് ഞാൻ അവസാനിപ്പിക്കും. എത്ര പേര് കാണുന്നു, എത്ര പേര് ഷെയർ ചെയ്യുന്നു, ഒന്നും എന്റെ പ്രശ്നമല്ല. അറിയുന്നത് പറയാ. മഅ്ദനിയെ 998 മാർച്ച് മാസം 31-ാം തീയതി 993 ആ കേസ് പോലും തള്ളിപ്പോയി. മുതലക്കുളം മൈതാനയിൽ സംഘടിപ്പിച്ച മരിച്ചുപോയ BJP-യുടെ ഒപ്പമുണ്ടായ രാംവിലാസ് പസ്വാൻ പരിപാടിയിൽ പങ്കെടുത്തു. ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബ് ആ പരിപാടിയിൽ പങ്കെടുത്തു. മുകുന്ദൻ സീമേനോൻ ആ പരിപാടിയിൽ പങ്കെടുത്തു. MP വീരേന്ദ്രകുമാർ പങ്കെടുത്ത മനുഷ്യാവകാശ സംരക്ഷണ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷകൻ 993 ആരായിരുന്നു? അബ്ദുൽ നാസർ മഅ്ദനി. പ്രായം കൂട്ടി നോക്കുക നിങ്ങൾ. ആ പ്രസംഗം പ്രകോപനപരമായി പ്രസംഗിച്ചെന്ന പ്രസംഗം 993 കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 998 മാർച്ച് മാസം 30-ാം തീയതി വൈകുന്നേരം വീണ്ടും മജിസ്ട്രേറ്റ് വാറണ്ട് പുതുക്കിയാണ്. 5 കൊല്ലക്കാലം മഅ്ദനി കേരളത്തിലെ പിടികിട്ടാപ്പുള്ളി ബീരപ്പനെ പോലെ ആയിരക്കണക്കിന് വേദികളിൽ പ്രസംഗിച്ച മഅ്ദനിയെ 98 മാർച്ച് മാസം 30 പിറ്റേ ദിവസം ഏപ്രിൽ ഫുള്ളാണ്, ഏപ്രിൽ 1-ാം തീയതി. അന്നത്തെ ദിവസം ഇന്ത്യ ദക്ഷിണാഫ്രിക്ക കളിയാണ്. ഇവിടെ കൊച്ചിയിൽ സ്റ്റേഡിയം മഅ്ദനി ആസൂത്രിതമായി അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് കൊണ്ടുവന്നു, പോലീസ് ക്ലബിൽ പാർപ്പിച്ചു. പിറ്റേ ദിവസം വലിയ പെരുന്നാളിന്റെ പിറ്റേ ദിവസം എന്റെ അറിവാണെങ്കിൽ ഞാനും കോഴിക്കോട് പോയതാണ് പ്രക്ഷോഭത്തിന്. അബ്ദുൽ നാസർ മഅ്ദനിയുടെ ഭാര്യ പിതാവ്, സൂഫിയയുടെ പിതാവെന്ന് ആ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ സുന്നത്ത് കർമ്മമായ അത്തറുകൾ പറട്ടി തന്ന് ആ പോലീസിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് മഅ്ദനി അറസ്റ്റ് ചെയ്തുകൊണ്ട് റിമാൻഡ് ചെയ്തു, കണ്ണൂർ കൊണ്ടുപോയി. രാത്രി ഇരുട്ടിന്റെ മറവിൽ ഞാൻ പറഞ്ഞ പ്രൈവറ്റ് സെക്രട്ടറിയും അന്ന് നെയ്ച്ചോറും പൊത്തറച്ചും കൊടുത്ത കാസർഗോഡ് മുൻ മന്ത്രിയുടെ വീട്ടിൽ നിന്ന് അഡ്ജസ്റ്റ്മെന്റിൽ അബ്ദുൽ നാസർ മഅ്ദനിയെ കോയമ്പത്തൂർ ബോംബ് സ്ഫോടനത്തിൽ അതിനു മുമ്പ് മഅ്ദനിയുടെ പ്രസംഗമുണ്ടായിരുന്നു. എറണാകുളം നെല്ലിക്കുഴി ആലുവക്കെടുത്ത് കോയമ്പത്തൂർ കത്തുകയാണ്. കോടികളുടെ സമ്പത്താണ് മുസ്ലിങ്ങളുടെ നശിക്കപ്പെട്ടത്. 18ഓളം വരുന്ന മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു. ഒരു മുസ്ലിം യുവാവിന്റെ ലിംഗം മുറിച്ച് നെഞ്ചത്ത് തൂക്കിയ ക്രൂരമായ കലാപമായിരുന്നു കോയമ്പത്തൂർ നടന്ന്. ആരും നിലവിളിക്കുകയാണ്. മഅ്ദനി സഹായം ചോദിച്ച് മരിച്ചുപോയ MP വീരേന്ദ്രകുമാറിനോട് സഹായം ചോദിച്ചു. പലവരും വിളിച്ചു, ആരും കൈ നീക്കിയില്ല. അബ്ദുൽ നാസർ മഅ്ദനി ശബ്ദമുയർത്തി. കോയമ്പത്തൂരിലെ ആരും ശബ്ദമുയർത്തിയില്ല. അബ്ദുൽ നാസർ മഅ്ദനിയെ രാത്രി കൊണ്ടുപോയി കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ അടക്കപ്പെട്ടു. മഅ്ദനിയെ 89-ാം ദിവസം മഅ്ദനിക്ക് ജാമ്യം കിട്ടും. മഅ്ദനിക്കെതിരെ ചാർജ് ചെയ്തിട്ടുള്ള മഅ്ദനിയെ കള്ളക്കേസിൽ പ്രകോപനപരമായ പ്രസംഗിച്ച കേസിൽ ഇടതുപക്ഷം കൂട്ടുനിന്നെന്ന് പലവരും ചോദിക്കുന്നു. CPM അല്ല പിടിച്ചു കൊടുത്തത്. അന്ന് ഭരിച്ചത് EK അല്ല, CPM അല്ല പിടിച്ചു കൊടുത്തത്. ഞാൻ പറഞ്ഞ ചില പരനാറികൾ, പ്രൈവറ്റ് സെക്രട്ടറിമാർ, പൊളിറ്റിക്കൽ സെക്രട്ടറിമാർ കൂട്ടുനിന്ന് ഇതേ കുഞ്ഞാപ്പയുടെ ഓശാനം വാങ്ങി ഈ ഗതികേടായിരിക്കും ഐസ്ക്രീം പാർലർ കേസിൽ സമരം ചെയ്യുന്നവർക്കെന്നുള്ള സൂചന നൽകി രാത്രി അതിനു മുമ്പ് 996 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട K കരുണാകരൻ, MP രാഘവൻ, തിരുവനന്തപുരം വെസ്റ്റെന്നോ ഈസ്റ്റെന്നോ അറിയില്ല മത്സരിച്ച തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നീട് ചർച്ച ചെയ്യും. അങ്ങനെ അബ്ദുൽ നാസർ മഅ്ദനിയെ രാത്രി കോയമ്പത്തൂർ കൊണ്ടുപോകുന്നു. 89-ാം ജാമ്യം. അപ്പോൾ NSA ആരും കേട്ടിട്ടുണ്ടോ? ആദ്യമായി ചാർജ് ചെയ്തു NS അബ്ദുൽ നാസർ, നാഷണൽ സെക്യൂരിറ്റി ആക്ട്, ദേശീയ സുരക്ഷാ നിയമം. മഅ്ദനിക്കെതിരെ തെളിവുണ്ടായിരുന്നു. ഒന്നും ഉണ്ടായിരുന്നില്ല. വിചാരണ, ക്രൂരമായ പീഡനങ്ങൾ, 48 കിലോ ഭാരം. ഞാൻ പലപ്പോഴും പറഞ്ഞത് ആ വിചാരണക്കിടയിൽ മഅ്ദനിയുടെ ഉമ്മയുടെ ഉമ്മ മരിച്ചപ്പോൾ ചെയ്ത ക്രൂരത. അബ്ദുൽ നാസർ മഅ്ദനി തെരഞ്ഞെടുപ്പുകളിൽ UDF-ന് അനുകൂലമായ 2001 രാഷ്ട്രീയ സാഹചര്യത്തിൽ PDP പിന്തുണച്ചിട്ടുണ്ടാകാം. പക്ഷേ മഅ്ദനിയുടെ അറസ്റ്റിന്റെ പിന്നിൽ പിന്നീട് തന്നെ അബ്ദുൽ നാസർ മഅ്ദനിയുടെ പല വാക്കുകൾ കേട്ട് ക്രൂരമായ പീഡനത്തിന് ശേഷം 2007 മഅ്ദനി മോചിതനായി. മഅ്ദനി ഞാൻ പറഞ്ഞതുപോലെ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടെടുത്ത് സാമ്രാജ്യ ശക്തികൾക്ക് പച്ച പരവതാനി പിരിച്ചു കൊടുക്കുന്ന ലീഗ് നിലപാടിനെ ചോദ്യം ചെയ്തു. ഇവർ ചോദിക്കുന്നു, പൊന്നാണി വെളുപ്പിക്കാനല്ല. നിങ്ങൾ ആരെങ്കിലും തോന്നുന്നുണ്ടോ അബ്ദുൽ നാസർ മഅ്ദനി വിചാരിച്ചാലില്ലെങ്കിൽ പൊന്നാണിയും മലപ്പുറമൊക്കെ അവിടെ മഞ്ചേരിയിൽ വിജയിച്ചിട്ടുണ്ട്, ഹംസ ജയിച്ചിട്ടുണ്ട്, TK ഹംസ ജയിച്ചിട്ടുണ്ട്, ഒരു ചരിത്രമുണ്ട്. പക്ഷേ പൊന്നാണിയിൽ PDP മത്സരിച്ച് വിജയിച്ച് ഒരു MP-യെ പാർലമെന്റിൽ പറഞ്ഞു വിടാമെന്ന് ചിന്തിക്കാൻ അത്രയും വിവരമില്ലാത്തൊരു നേതാവും പാർട്ടിയൊന്നും അല്ലടോ PDP കുഞ്ഞാലിക്കുട്ടി. അങ്ങനെ പൊന്നാണിയിൽ മത്സരിക്കുന്നതും തിരുത്തുന്നതും നിങ്ങൾ സാമ്രാജ്യ ശക്തികളുടെ മുമ്പിൽ, സംഘപരിവാറിന് മുമ്പിൽ ഓശാനിച്ച് നിൽക്കാൻ പാടില്ല.
നിങ്ങൾ മുട്ടിവറക്കുന്നത് പോലെ തന്നെ പോലെ ഡൽഹിയിൽ നിന്ന് അമിത്ഷായുടെ ഫോട്ടോ കാണുമ്പോൾ ഓടി വന്ന കുഞ്ഞാലിക്കുട്ടി ആവാതിരിക്കാൻ വേണ്ടിയായിരുന്നു മഅ്ദനിയുടെ മുന്നറിയിപ്പ്. അതിനു മുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ. GM ബനാത്വാല, ഖായിദെ മില്ലത്ത്, ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബ്, ഇന്ത്യൻ പാർലമെന്റിൽ ഗർജന സിംഹങ്ങളായ മുസ്ലിം ലീഗിന് എത്ര MP മാരുണ്ടായി? ഒരിക്കലെങ്കിലും പാർലമെന്റിൽ നിന്ന് രാജിവെച്ച് വന്ന് ഒരു ബൈ ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ട ഗതികേട് വന്നിട്ടുണ്ടോ? പക്ഷെ കുഞ്ഞാലിക്കുട്ടി വരുത്തി. എന്നിട്ടും പോയി മഅ്ദനിക്ക് പഠിപ്പിക്കുകയാണ്, മഅ്ദനിക്ക് ഫാസത്തിനെ കുറിച്ച്. സാദിഖലി താങ്കളും വിമർശനത്തിന് വിധേയമാകണം. താങ്കൾ കേരള യാത്ര നടത്തി RSSന്റെ വേട്ടക്കിരയായ ഒരു ഏരയെ പോലും സന്ദർശിച്ചിട്ടില്ല, ഒരു വീടും സന്ദർശിച്ചിട്ടില്ല, ഒരു ഖബർസ്ഥാനും സന്ദർശിച്ചിട്ടില്ല, പണ്ഡിതന്റെ ഖബർസ്ഥാന് പോലും സന്ദർശിച്ചിട്ടില്ല. ആ നീതിക്ക് പോലും താങ്കൾ നടത്തിയത് കോർപ്പറേറ്റ് ബിസിനസ് താല്പര്യങ്ങൾക്ക്, സമുദായ ഐക്യം. അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായമൊക്കെ AP വിഭാഗത്തിന്റെ പാവപ്പെട്ടവരൊക്കെ വിചാരിക്കും നമ്മളെ ഉസ്താദിനെ കോഴിക്കോട് വിളിച്ച് സുന്നിസം പറയാൻ വേദി വന്നില്ലേ, കാന്തപുര ഉസ്താദിന്റെ കൈ പിടിച്ചില്ലേ, കാന്തപുര ഉസ്താദിനെ വേദിയിൽ ഇരുത്തിയില്ലേ, അടുത്ത വോട്ട് കോണിക്ക് കുത്താം എന്നുള്ള ചിന്ത നിങ്ങളിൽ വരുത്തണം. ഇവിടെ എന്താ പ്രിയപ്പെട്ടവരെ, ഒരു മഹാനായ പണ്ഡിതനെ 12 വർഷമായി. ഇവിടെ മഅ്ദനിയെ പറഞ്ഞാൽ ചോദിക്കാൻ ആളുണ്ടാവില്ല, CM ഉസ്താദിന്റെ നീതിക്ക് വേണ്ടി ചോദിക്കാൻ ആളുണ്ടാവില്ല, സിദ്ദീഖാപ്പന് വേണ്ടി, സക്കരിയക്ക് വേണ്ടി, ഇന്ത്യൻ തടവറയിൽ കിടന്ന ഒരാൾക്ക് വേണ്ടിയില്ല, ഉണ്ടാവില്ല. അബ്ദുൽ നാസർ മഅ്ദനി പ്രസംഗിച്ചെന്തോ കുഞ്ഞാലിക്കുട്ടിക്ക് അറിയില്ലേ? കാശ്മീരിന്റെ നെഞ്ചത്ത് 15ഉം 14ഉം വയസ്സുള്ള ആപ്പിൾ പൂവിന്റെ വർണ്ണതയുള്ള പെൺകുട്ടികളെ പിച്ചിച്ചീന്തിയപ്പോൾ ആ വീഡിയോ പകർത്തി ഇവിടുത്തെ കോട്ടകൊത്തളങ്ങൾ കണ്ട് രസിക്കുമ്പോൾ മഅ്ദനി പ്രസംഗിച്ചിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി മഅ്ദനി പ്രസംഗിച്ച ഒരു തീവ്രവാദത്തിന്റെ ഗണ്ഡം ഒരു ലീഗുകാരൻ ഈ കമന്റ് ബോക്സിന്റെ അടിയിൽ കൊണ്ടുവന്നിട്. അബ്ദുൽ നാസർ മഅ്ദനി പറഞ്ഞ ഒരു തീവ്രവാദം, അബ്ദുൽ നാസർ മഅ്ദനി പറഞ്ഞ ഒരു ഭീകരവാദം, അബ്ദുൽ നാസർ മഅ്ദനി കാരണം കേരളത്തിൽ നടന്ന ഒരു കലാപം, ഒരു കൊലപാതകം പറയും. മുസ്ലിം ലീഗ് അവസാനം കൊന്നത് അബ്ദുറൌഫിനെ കാഞ്ഞങ്ങാട്. 58 കേസിലെ നിങ്ങൾ ഇത് വിവരാവകാശ പ്രകാരം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനോട് ചോദിക്കും. മുസ്ലിം ലീഗ് 58 കൊലപാതക കേസിലെ പ്രതിയാണ്. കുഞ്ഞാലിക്കുട്ടി കാരണം കാസർഗോഡ് എത്ര കേസുണ്ടായി എന്നറിയോ? കുഞ്ഞാലിക്കുട്ടി പ്രസംഗിച്ചതിന്റെ പേരിൽ കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ വരെയിൽ കാസർഗോഡ് FIR വിവരാവകാശ കുഞ്ഞാലിക്കുട്ടി കാസർഗോഡ് 3 കേസുണ്ട്. എത്ര പേര്, എത്ര കൊല്ലക്കാലം കമ്മ്യൂണൽ കേസായിരുന്നു. കുഞ്ഞാലിക്കുട്ടി പ്രസംഗിച്ചു പോയ കുഞ്ഞാലിക്കുട്ടി വരുമ്പോ കാസർഗോഡ് ഉണ്ടായ സംഘർഷത്തിൽ എത്ര വർഷം കേസുണ്ടായിരുന്നു? കുഞ്ഞാലിക്കുട്ടിക്കും അബ്ദുൽ നാസർ മഅ്ദനി വന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരാൾ തടവിൽ കിടന്നിട്ടുണ്ടോ? അബ്ദുൽ നാസർ മഅ്ദനിയെ വേട്ടയാട് തീവ്രവാദി. മഅ്ദനി ആരുടെ മുമ്പിലും ആരുടെ നീതിക്ക് വേണ്ടി യാചിച്ച് കെഞ്ചിച്ച് തന്റെ സിരസ് അദ്ദേഹം പ്രഖ്യാപിച്ച നടപ്പിലാക്കിയ നേതാവാണ്. ഇവിടുത്തെ ഭരണകൂട ഭീകരതയുടെ തടവറ അദ്ദേഹത്തിന് ഒരു ചുക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ശരീരം ശോഷിച്ചിട്ട് പോയിട്ടുണ്ടാകാം. പഠിച്ച റബ്ബാണ് ആരോഗ്യം കൊടുക്കേണ്ടത്. നട്ടല്ലുണ്ടല്ലോ, നെഞ്ചുറപ്പുണ്ടല്ലോ. ജീവിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക നട്ടല്ലുള്ള മുസ്ലിം നേതാവാണ് അബ്ദുൽ നാസർ മഅ്ദനിക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ സാദിഖലി തങ്ങളുടെ യാത്ര. അത് ഞാൻ പറഞ്ഞല്ലോ, 100 ജന്മം ജനിക്കണം സാദിഖലി തങ്ങൾ. കുടുംബം തങ്ങളെ കുടുംബമായതുകൊണ്ടോ പാരമ്പര്യമായതുകൊണ്ട് അങ്ങനെ പൂക്കോയ തങ്ങൾ കാസർഗോഡ് ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിലെ 800ഓളം വരുന്ന നിക്ഷേപകരുടെ പണം അടിച്ചു മാറ്റിയ ആ കേസിലെ പ്രതി പൂക്കോയ തങ്ങൾ മുസ്ലിം ലീഗ് നേതാവ് ഇതേ കാറ്റഗറിയിൽ തന്നെയാണ്. ആത്മീയ ചൂഷണ പെരിന്തൽമേൽ നിന്ന് നടത്തുന്നത് ഇതേ തങ്ങൾ കൂട്ടത്തിൽപ്പെട്ടത് തന്നെയാണ്. തങ്ങളായതുകൊണ്ട് വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റായ മാർഗമാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ലാസ്റ്റ് അവസാനിപ്പിക്കാൻ 2010 അറസ്റ്റ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പൊന്നാനി തെരഞ്ഞെടുപ്പ് വരുന്നു, ഇടതുപക്ഷം തോൽക്കുന്നു. അബ്ദുൽ നാസർ മഅ്ദനി ഒരു സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടെടുത്തതാണ്. ആ നിലപാട് വിജയിക്കണമെന്നില്ല. ഇവരുടെ സ്വാധീനം ഉപയോഗിച്ച് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയം ഉണ്ടായി. പക്ഷേ പൊന്നാനി ഹുസൈൻ രണ്ടത്താണി ഇടത് സ്വതന്ത്രനായി CPIയുടെ സീറ്റിൽ, അതൊക്കെ വിട്. അവിടെ നിങ്ങൾ പോയി ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ നോക്കുക. ETയുടെ ഭൂരിപക്ഷം 74,000. 1 ലക്ഷത്തിൽ കൂടുതൽ വോട്ടിന് ജയിക്കുന്ന മണ്ഡലത്തിൽ ഹുസൈൻ രണ്ടത്താണി മത്സരിച്ച 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള ഭൂരിപക്ഷം നിങ്ങൾ നോക്കുപോയി. നിങ്ങൾ അതിനുശേഷം പറയും അങ്ങനെ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മഅ്ദനിയെ കൊടുക്കാൻ കള്ളക്കഥകൾ ഉണ്ടാക്കി നാട് കടത്താൻ മുസ്ലിം ലീഗായിരുന്നു. അൻവാർ ഷേരിയും ഖുർആാനൊക്കെ പിടിച്ച് അദ്ദേഹം മതത്തെ ദുർവിയോഗം ചെയ്യുന്നു. മഅ്ദനിക്കെതിരെ വരുന്ന കേസ് മുസ്ലിം സമുദായത്തിനെതിരെയല്ലാന്ന് അവര് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇതൊക്കെയുണ്ട് മഅ്ദനിയെ നാട് കടത്തി, 2ാം നാട് കടത്തൽ. അതിനുശേഷം കർണാടക സർക്കാർ എടുത്ത ഓരോ നിലപാട്. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അബ്ദുൽ നാസർ മഅ്ദനിയുടെ മോചനത്തിന് തടസ്സം ഏത് ഭരണകൂടത്തിന്റെ മുമ്പിലും മഅ്ദനിയെ അകത്തിട്ട് തളച്ചു കളയണം, ഈ പുറത്തേക്ക് വരണ്ട എന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആഗ്രഹിക്കുന്ന ഏക പ്രസ്ഥാനം, അതിന്റെ പ്രവർത്തകരല്ല, അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്, അത് കുഞ്ഞാലിക്കുട്ടിയാണ്, അത് ഈ പാണക്കാട് കുടുംബത്തിലെ പലവരുണ്ട്. മഅ്ദനി ഇന്നലെ പ്രസംഗിക്കുമ്പോൾ മുനവറിൽ തങ്ങൾ ഉണ്ടായിരുന്നില്ല വേദിയിൽ. തിരുത്താൻ തയ്യാറുണ്ട് നിങ്ങൾ? KM ഷാജിയുടെ തോന്നിവാസം തിരുത്താൻ തയ്യാറുണ്ട്? നിങ്ങൾ പറയിപ്പിക്കുകയാണ്. കറപ്പനെന്നും എച്ചിൽ നക്കിയെന്നൊക്കെ നിങ്ങൾ പറയിപ്പിച്ച് താക്കീതും തൂക്കീതൊക്കെ നിങ്ങൾ എവിടെ നൽകാൻ?
അധ്യാപകനെ ചവിട്ടിക്കൊന്ന കേസിൽ സാക്ഷി പറയാൻ വരുന്നവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ബഷീറിനെ നിങ്ങൾ തിരുത്തിയിട്ടുണ്ടോ? നിങ്ങൾ എവിടെയാ തിരുത്തിയിട്ടുള്ളത്? അതുകൊണ്ട് മഅ്ദനിക്ക് ഇന്ത്യൻ ഫാസിസം പഠിപ്പിക്കാൻ, ഈ ഭരണകൂട ഭീകരത, ഈ കേരളത്തിന് ഫാസിസം എന്നുള്ള വാക്ക് സമ്മാനിച്ചത് അബ്ദുൽ നാസർ മഅ്ദനി കുഞ്ഞാലിക്കുട്ടി. കേരളത്തിന് ഫാസിസം എന്നുള്ള വാക്ക്, അവർണൻ എന്നുള്ള രാഷ്ട്രീയ വാക്ക് കേരളത്തിന് സമ്മാനിച്ച നായികക്ക് വട്ടം നിങ്ങളുടെ സൈബർ പോരാളികൾ കൊണ്ടെടുക്കുന്ന ജയശങ്കർ പറഞ്ഞ് അംബേദ്കറുടെ, ഇന്ത്യയുടെ ബാബാ സാഹിബ് അംബേദ്കർ, ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തിയത് അബ്ദുൽ നാസർ മഅ്ദനിയാ കുഞ്ഞാലിക്കുട്ടി. അറിയോ ഫാസിസം എന്നുള്ള വാക്ക് കേരളത്തിന് സമ്മാനിച്ചത്? 989 മതവേദികളിൽ ഫാസിസത്തിന്റെ കടന്നുവരവിനെ കുറിച്ച്, സംഘപരിവാറിന്റെ കടന്നുവരവിനെ കുറിച്ച് ദദയാത്ര ആരംഭിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞല്ലോ, ഇടിമുഴക്ക ശബ്ദത്തിൽ കേരളത്തിന്റെ തെരുവീതികളിൽ. ഞാനിവിടെ പറയുന്നു അവസാനം, പോപ്പുലർ ഫണ്ടുകാരാ, കുഞ്ഞാലിക്കുട്ടിയെ കാണുമ്പോൾ മുട്ടുവിറക്കല്ലേ, നിങ്ങളുടെ മുട്ടുവിറക്കല്ലേ. നിങ്ങൾ സമുദായ സ്നേഹം പറയാണ്, ലീഗ് നശിഞ്ഞു പോകാൻ പാടില്ല. എന്താ കുഞ്ഞാലിക്കുട്ടി 2 ദിവസമായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കെ എം ഷാജി? നിങ്ങൾ അരിയും മലരൊന്നും വിളിച്ച നിങ്ങളാണ്, വേറെ ആരുമല്ല. RSSകാരന്റെ പ്രസംഗമല്ല പോപ്പുലർ ഫണ്ട്. നട്ടല്ലുണ്ടെങ്കിൽ മറുപടി കൊടുക്കടോ, മറുപടി കൊടുക്കുക കുഞ്ഞാലിക്കുട്ടിക്ക്. അപ്പൊ കുഞ്ഞാലിക്കുട്ടി, ഞാൻ പറഞ്ഞു അവസാനിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വൈകാരികമായി ഒന്നുമല്ല, നിങ്ങൾക്ക് തിരിയാൻ വേണ്ടി 5 മണിക്കൂർ ലൈവിലിരുന്ന് സംസാരിക്കാനും കഴിവുണ്ട്, 5 മണിക്കൂർ പ്രസംഗിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ പറഞ്ഞ, പ്രവാചകൻ ഇന്ത്യക്കെതിരെ ഒരു വാക്ക് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഉത്തരേന്ത്യയിൽ നടന്ന നരനായാട്ടിനെ കുറിച്ച് പറഞ്ഞു. E.T. മുഹമ്മദ് ബഷീറിനെ 24 മണിക്കൂർ ബന്ദിയാക്കി ഉത്തരേന്ത്യയിൽ. ആരെങ്കിലും പ്രസംഗിച്ചോ? E.T. പ്രസംഗിച്ചോ? പോലീസുകാരും അവിടുത്തെ RSSകാരും കൂടി കാൺപൂരിലാണെന്ന് തോന്നുന്നു വെടിവെപ്പ് നടന്ന സ്ഥലത്തേക്ക് സന്ദർശിച്ച E.T. മുഹമ്മദ് ബഷീറിനെ 24 മണിക്കൂർ ബന്ദിയാക്കി. പറഞ്ഞോ? അതിന് സംസാരമുണ്ടോ? ഇല്ല. ആകെ സംസാരിച്ചത് കേരളത്തിലെ ഇടതുപക്ഷവും അലരും മലരും. ഇവിടെ പാണക്കാട് സാദിഖലി തങ്ങൾ കേരളത്തിലേക്ക് ഇറങ്ങിയത് ഇസ്ലാമിൽ തീവ്രവാദം വളർത്തും, സംഘപരിവാറിനെതിരെയല്ല, RSSനെതിരെയല്ല. ഇന്ത്യ അപകടാവസ്ഥയിൽ പോവുകയാണ്. കേരളത്തിൽ വട്ടപൂജമായ തമാശ എന്ന് പറയുന്ന BJP എന്നാണ് കെ എം ഷാജി പ്രസംഗിക്കുന്നത്. നിങ്ങൾ എടുത്തു നോക്ക്, ലീഗിന്റെ ഈ സാദിഖലി തങ്ങൾ നടത്തിയ യാത്രയിൽ എല്ലാവരുടെ പ്രസംഗം ഒന്ന് സമയം കിട്ടുമെങ്കിലൊന്ന് കേട്ടെ. എല്ലാവരും പരസ്പര വിരുദ്ധമായി പ്രസംഗിക്കുന്നു, പരസ്പര വിരുദ്ധമായി കാര്യങ്ങൾ പറയുന്നു. അവസാനത്തെ വണ്ടി എന്ന് പറഞ്ഞ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങളെ തോപ്പിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, 55 മണിക്കൂർ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ നമുക്ക് എന്താടോ? 55,000 മുസ്ലിം ചെറുപ്പക്കാർ ഇന്ത്യൻ തടവറയിലില്ലേ? ഈ കോൺഗ്രസ് അടക്കം പിടിച്ചു കൊടുത്തിട്ട് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ കേരളത്തിലടക്കം നമുക്ക് എന്ത് പ്രശ്നമുണ്ടായി? രാഹുൽ ഗാന്ധിനെ 55 മണിക്കൂർ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ആലളേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ 55,000 മുസ്ലിം ചെറുപ്പക്കാർ ജയിലുണ്ട്. 55 കൊല്ലമായി ഇന്ത്യൻ തടവറയിലുണ്ട്. 30-40 കൊല്ലമായി തീവ്രവാദ ആരോപണ കേസുകൾ ജയിലിലടക്കപ്പെട്ടിട്ടില്ലേ? അവരുടെ മോചനം നിങ്ങൾ ഇന്ത്യ ഭരിച്ചു കൊടുത്തോ? ഗുജറാത്ത് കലാപം ഉണ്ടായില്ലേ? നിങ്ങളുടെ MP അടക്കം കൊന്നില്ലേ, ചുട്ടുകൊന്നില്ലേ? ഗുജറാത്ത് നിങ്ങൾ ഭരിച്ചില്ലേ? നിങ്ങളെ ഗുജറാത്തിന്റെ ഭരണം നിങ്ങൾ കേന്ദ്രത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു? ആരെ ജയിലിലടിച്ചു? ആർക്കെതിരെ പ്രക്ഷോഭം ഉണ്ടായി? ഒരു മണ്ണാങ്കട്ടി നിങ്ങളില്ല. ഇനി വേണമെങ്കിൽ രാഹുൽ ഗാന്ധിന്റെ ഓഫീസ് ഏതോ SFIക്കാർ തകർത്തു, അതിന് നിങ്ങൾ സമരത്തിൽ, പ്രവാചകൻ ഇന്ത്യക്കെതിരെ നിങ്ങൾ സമരം നടത്തിയോ? നിങ്ങൾ ഗുഡ് സർട്ടിഫിക്കറ്റ് തരാൻ ആരും സമരത്തിന് ആക്ഷേപത്തിന് ഇറങ്ങണ്ട. ലോകരാഷ്ട്രങ്ങൾ സമരത്തിനിറങ്ങിയ പ്രവാചകനെ നിന്ദിച്ചപ്പോൾ നിങ്ങൾ ഇറങ്ങില്ല. നിങ്ങൾ ഇറങ്ങാത്ത സംഘപരിവാറുമായി CK പത്മന 2001 പറഞ്ഞ ബേപ്പൂരിൽ KG, ഞാൻ പറയുന്നില്ല, KG മാരാരുടെ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് സലീമിന് വിളിക്കോ, ലൈവിലുണ്ടെന്ന് പറയോ? KG മാരാരുടെ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ബേപ്പൂർ തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയുമായുള്ള ബന്ധം. അതൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പൊ അവസാനമായി പറയാനുള്ളത്, ലീഗ് സൈബർ പോരാളികൾ ഇതിൽ എന്ത് കമന്റ് ഇട്ടാലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തെങ്കിലും വായിച്ചാൽ മറുപടി തരാം. ഏതിട്ടാലും ഒന്ന് പറഞ്ഞാലും എന്ത് സംഭവിച്ചാലും പോലെ. അബ്ദുൽ നാസർ മഅ്ദനിക്ക് ഫാസിസം പഠിക്കാൻ കുഞ്ഞാലിക്കുട്ടി ജനിച്ചിട്ടില്ല. 100 ജന്മം ജനിച്ചോ? അബ്ദുൽ നാസർ മഅ്ദനി പോയ വഴിയിൽ അദ്ദേഹത്തെ തടവറയിൽ 25 മണിക്കൂർ കുഞ്ഞാലിക്കുട്ടി, ഒരു മനുഷ്യനെ ഇങ്ങനെ കാർന്ന് തിന്നുകയാണ്. അബ്ദുൽ നാസർ മഅ്ദനി ഒരു കുറ്റവാളിയെങ്കിൽ, ഒരു തീവ്രവാദിയെങ്കിൽ, ഒരു ഭീകരവാദിയെങ്കിൽ, ഏതെങ്കിലും കേസിലെ പ്രതിയാണെങ്കിൽ പറഞ്ഞോട്ടെ. മഅ്ദനി എവിടെയെങ്കിലും ഈ ലൈവിൽ കാണുന്ന 110 പേരോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ജീവിതത്തിൽ മഅ്ദനി തീവ്രവാദം പ്രസംഗിക്കുന്നു? മഅ്ദനി പറഞ്ഞതല്ലേ പ്രിയപ്പെട്ടവർ ഈ നാട്ടിൽ നടന്നത്? പ്രവാചകൻ ഇന്ന് നടന്നില്ലേ? മലബാറിൽ മാത്രമല്ലേ പ്രക്ഷോഭമില്ലാത്തത്? മലബാറിൽ മാത്രമല്ലേ റാലികളില്ലാത്തത്? മലബാറിലെ കുത്തുബകൾ മാത്രമല്ലേ പ്രസംഗമില്ലാത്തത്? മലബാറിൽ എവിടെയെങ്കിലും പള്ളികൾ ഇന്നും വെള്ളിയാഴ്ച ഞാനും നിങ്ങൾ പോയി ഏതെങ്കിലും മിമ്പർ നിന്ന് ഖതീബുമാർ പറഞ്ഞോ? തെക്കൻ കേരളത്തിൽ ഇന്നും പ്രതിഷേധമുണ്ട്. തെക്കൻ കേരളത്തിലെ മിമ്പറുകളിൽ ഇന്നും പ്രക്ഷോഭമുണ്ട്, ഇന്നും ശബ്ദമുയർന്നുണ്ട്. ഇന്ന് അവിടെ ശബ്ദമുണ്ട്. എവിടെയാ ഉയർന്നത്? ഇതെല്ലാം ചിന്തിക്ക്. യുവാക്കൾ ഇറങ്ങി. മുസ്ലിം ലീഗിന്റെ ഒക്കെ കുറെ ആള് 21 MLA ഇന്നല്ല ഉള്ളത് പ്രിയപ്പെട്ടവരെ. ബാബിജി മസ്ജിദ് പൊളിക്കുമ്പോൾ 4 മന്ത്രിയും 20 MLA ഉള്ള പാർട്ടി 2 MP ഉണ്ട്, രാജ്യസഭാ മെമ്പറും ഉണ്ട്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്?
ഇതൊക്കെ അവർക്ക് അന്നുമുണ്ട്, ഇന്ന് മാത്രം ഉണ്ടായതല്ല. ഇതൊക്കെ പറഞ്ഞത് ഒരു പച്ചയായ മനുഷ്യനെ, എന്റെയും നിങ്ങളുടെ യൗവന കാലത്താണ് മഅ്ദനി ജീവിച്ചു വന്നത്. അബ്ദുൽ നാസർ മഅ്ദനി 20-50 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച മനുഷ്യരല്ല. ഞാനും നിങ്ങളും, എനിക്ക് 42 വയസ്സെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിത കാലയളവിൽ ജീവിച്ചൊരു നേതാവാണ്. ആ മനുഷ്യനെയാണ് വേട്ടയാടുന്നത് മഅ്ദനിയുടെ സദം. അതിന് തങ്ങളെ കൂട്ടുപിടിക്കുകയാണ്. ഹൈദർ അലി തങ്ങളെയും പാണക്കാട് മുഹമ്മദ് അലി തങ്ങളെയൊക്കെ, ശിഹാബ് തങ്ങളെയൊക്കെ കൂട്ടുപിടിച്ച കുഞ്ഞാലിക്കുട്ടി സ്വന്തമായി പറയാൻ ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഇല്ല. അബ്ദുൽ നാസർ മുന്നറിയിപ്പ്, അത് തന്നെയാണ് സുഹൃത്ത് പറഞ്ഞത്. ആ മുന്നറിയിപ്പുകൾ ശരിയാണെന്ന് കാലം വെക്കുമ്പോൾ ആസൂത്രിതമായി നാളത്തെ തലമുറ, ഇനി വരുന്ന യുവാക്കൾ, കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയം ഇവിടെ ജമാഅത്ത് ഇസ്ലാമിക്കാരനോടും ഇല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയോടനുബന്ധമുള്ള ജമാഅത്ത് ഇസ്ലാമിക്കും ഈ പോപ്പുലർ ഫണ്ടിനൊക്കെ ചില രാഷ്ട്രീയ അജണ്ടകളുണ്ട്. ചില സമയങ്ങളിൽ ലീഗിനെ അങ്ങോളം ഇവർ സഹായിച്ചു കളയും. അങ്ങനെ ചാക്കിൽ നിറച്ചു ലീഗിനെ ചൊരിഞ്ഞു കളയും. ലീഗില്ലെങ്കിൽ ലീഗ് തശ്നി പോകാൻ പാടില്ല. ഇവിടെ എന്താണ് ലീഗ് മുന്നോട്ട് വെക്കുന്നത്? ഒരു തലമുറ പഠിക്കാൻ പോവുകയാണ്. കേരളക്കാരനായ മലയാളിയായ ഇസ്ലാമിക പണ്ഡിതനായ വികലാംഗനായ ഒരു മനുഷ്യനെ RSSകാർ ബോംബെറിഞ്ഞ് കാല് തകർത്തൊരു മനുഷ്യനെ 25 കൊല്ലം ജയിലിലടച്ചിരുന്നു ഇവിടുത്തെ ഭരണകൂടം. അതിനെതിരെ ഒരു ശബ്ദം ഉയർത്താൻ പോകുന്നു. ആ ശബ്ദം, അദ്ദേഹം തീവ്രവാദിയാണ്, ആ പറഞ്ഞത് തെറ്റാണ്, ആ പറഞ്ഞത് RSSനെതിരെ മുദ്രാവാക്യം വിളിക്കൽ തെറ്റാണ്. ഒരു കാലഘട്ടത്തിൽ വലിയ പെരുന്നാൾ വെളിയിറക്കുന്നവരെ അറക്കുമെന്ന് RSSകാർ എഴുതി വെച്ചപ്പോൾ അന്ന് അങ്ങനെ അറക്കാൻ വരുന്നവരെ തെരുവിൽ നേരിടുമെന്ന് ഒരു മുദ്രാവാക്യം എഴുതി വെച്ചൊരു കാലമുണ്ടായിരുന്നു. പ്രതിരോധം അപരാധമല്ലെന്ന് പറയുന്നവരെ നിങ്ങൾ മനസ്സിലാക്കൂ, ഈ സംഘപരിവാറിന്റെ മറ്റൊരു പതിപ്പായി മുസ്ലിം ലീഗ് മാറിയിരിക്കുകയാണ്. കോഴിക്കോട് സമ്മേളനത്തിലെ ഓരോ പ്രസംഗങ്ങളും, നിങ്ങൾ കേരള യാത്രയിലെ സാദിഖ് അലി തങ്ങളുടെ യാത്രയിലെ ഓരോ പ്രസംഗങ്ങളും നിങ്ങൾ എടുത്തു നോക്കുക. ആർക്കെതിരെയാണ് വിരൽ ചൂണ്ടുന്നത്? പ്രവാചക ഇന്ത്യക്കെതിരെയല്ല, RSSനെതിരെ. ഞാനിപ്പോ ലൈവിൽ സംസാരിച്ച വൈകാരികത്തോടെ RSSനെതിരെ ഒരു പ്രസംഗം കാണിക്കാൻ പറ്റുമോ? KM ഷാജിയുടെ പ്രസംഗം ഉണ്ടോ? KM ഷാജി യൂസുഫ് അലിയെ തെറി പറയാൻ മനാമയിലേക്ക് പോയി. ഇതാരും അറിയില്ലെന്നാണ് വിചാരിച്ചത്. പിന്നെ നിങ്ങളെ നിറത്തിന്റെ പേരിൽ ഈ കഴിഞ്ഞ ദിവസം CG ഹാജിയുടെ മകൻ, ഞാൻ പറഞ്ഞല്ലോ, അധ്യാപകനെ ചവിട്ടിക്കൊന്ന കേസിൽ സാക്ഷി പറയുന്നവരെ കൊല്ലുമെന്ന് പ്രസംഗി, ഇതൊക്കെ മഅ്ദനി ചോദ്യം ചെയ്തിരുന്നു. കുണ്ടൂർ ഉസ്താദിന്റെ മകനെ കൊന്നിരുന്നു. അവസാനം മണ്ണാർക്കാട് 20 പേർക്കും ജീവപര്യന്തം. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിം ലീഗ് പ്രവർത്തകരെ ഇരട്ട ജീവപര്യന്തം. മാറാട് കലാപ കേസിൽ ജയിലിൽ കിടക്കുന്നവരാ. ഇന്ത്യയുടെ കേരളത്തിന്റെ കണക്കിൽ 58 കൊലപാതക കേസിലെ പ്രതികൾ ആരാണ്? പിന്നെ മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ട് കേരളത്തിൽ മുസ്ലിങ്ങൾ എന്ന, തെക്കൻ കേരളത്തിൽ ഈ സാധനമില്ല, അവിടെ മുസ്ലിങ്ങളില്ല. നട്ടലുള്ള മുസ്ലിങ്ങളുണ്ട് തെക്കൻ കേരളത്തിൽ. ഏതെങ്കിലും തലയെക്കെട്ടുകാരന്റെ അമ്മിക്കല്ലിന്റെ അടുത്തല്ല. അതുകൊണ്ടല്ല പ്രവാചക നിന്നെ നടന്നപ്പോ അവിടുത്തെ ഖത്തീബുമാർക്ക് മിമ്പറിൽ പറയാൻ പള്ളി പ്രസിഡന്റിനോടും സമസ്ത നേതാവിനോടും AP നേതാവിനോടും ഫോണ് വിളിച്ച് ചോദിച്ച് ഞങ്ങൾ പ്രസംഗിച്ചോട്ടെ എന്ന് ചോദിക്കേണ്ട ഗതികേട് തെക്കൻ കേരളത്തിലുള്ള മുസ്ലിം പണ്ഡിതന്മാർക്കില്ല. നിങ്ങൾ പറ, കേരളത്തിൽ ഏത് മിമ്പറുകളിലാണ് പ്രസംഗിച്ചിട്ടുള്ളത് പ്രവാചക നിന്ദയ്ക്കെതിരെ, സംഘപരിവാറിനെതിരെ RSS? കേരളത്തിൽ, തെക്കൻ കേരളത്തിൽ പ്രസംഗിക്കുന്നത് അവിടെ ഒരു മതൽ കെട്ടുകളുമില്ല, ഒരു നേതാവിന് രാഷ്ട്രീയവുമില്ല. അവിടെ സമുദായമാണ്, അവിടെ ദീനാണ്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട. മലബാറിൽ കയറി വന്നാൽ ലീഗ് ഉണ്ടെങ്കിലും അവിടെ എല്ലാം ഈ തലയെക്കെട്ടിന്റെ ഇടയിൽ കുടുങ്ങിയിരിക്കുന്ന ഈ രാഷ്ട്രീയം. അതല്ലേ നിങ്ങൾ അറിയണം. ഈ 100 പേര് നിങ്ങൾ RSSനെതിരെ പോസ്റ്റ് ഇടുന്നവർ, ഞാനും നിങ്ങൾ, ഒരു പണ്ഡിതനെയാണിടൂ 12 വർഷങ്ങൾക്ക് മുമ്പ് കടലിൽ കൊണ്ടുപോയി ലോകമറിയപ്പെടുന്ന ഗോളശാസ്ത്രജ്ഞൻ, 100 കണക്കിന് മഹല്ലുകളുടെ 100ഓളം പള്ളികളുടെ മഹല്ലുകളുടെ ഖാദിയായിരുന്ന ഒരു മനുഷ്യനെ ഇരുട്ടിന്റെ മറവിൽ കൊന്ന് കടലിൽ തള്ളി. 12 വർഷമായിട്ട് ആ പ്രതികളെ പിടിച്ചിട്ടില്ല. CBI 3 പ്രാവശ്യം പറഞ്ഞു ആത്മഹത്യ, അവസാനം വിധി പറയാൻ പോവാ. ജിഫ്രിത്തി മുത്തുക്കോയ തങ്ങൾ സൗഹൃദ യാത്രയിലുണ്ടായോ? നിങ്ങൾക്ക് കണ്ടോ ഏതെങ്കിലും ഈ സാദിഖ് അലി തങ്ങൾ സൗഹൃദം? സമുദായത്തിന്റെ സൗഹൃദമല്ലേ. ദക്ഷിണ കേരളക്കാരും AP-ക്കാരും ഇക്കക്കാരും എല്ലാം പ്രസംഗം കേട്ടോ. ഒരു വാക്ക് ഈ സാദിഖ് അലി തങ്ങൾ, ആ ഖബർസ്ഥാൻ സന്ദർശിച്ചോ സാദിഖ് അലി തങ്ങൾ? ഈ കുഞ്ഞാലിക്കുട്ടി പോയിട്ടുണ്ടോ CM ഉസ്താദിന്റെ ഖബർസ്ഥാനിലേക്ക്? ആരാണെന്നറിയോ CM ഉസ്താദ്? അതിന്റെ പിതാവ്, അതിന്റെ മുസാബറാംഗം ഇപ്പോഴത്തെ കാലി തോക്ക ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. തെളിവ് കൊടുത്തു, അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. ഇതാണ് സംഭവം, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ കുഞ്ഞാലിക്കുട്ടി അബ്ദുൽ നാസർ മഅ്ദനിക്ക് അങ്ങനെ ഫാസിസവും സംഘപരിവാറും ഇടിമേക്കും. മഅ്ദനി പറഞ്ഞത് കാലം ശരിവെക്കും. ഒരു തലമുറ വരുന്നുണ്ട്, നിങ്ങൾക്ക് ആ തലമുറയെ കിട്ടില്ല ലീഗെ. നിങ്ങൾ യൂത്ത് ലീഗിനെ കൊണ്ടുവന്നാലും ദൂത്ത് ലീഗിനെ കൊണ്ടുവന്നാലും ഏത് ലീഗിനെ കൊണ്ടുവന്നാലും ആ തലമുറ തിരിച്ചറിയും. നിങ്ങളുടെ ഈ ഇരട്ട രാഷ്ട്രീയത്തെ തിരിച്ചറിയുന്ന ഒരു കാലം. അബ്ദുൽ നാസർ മഅ്ദനി കാലം ശരിയാൻ തെളിച്ചു. ഒരുപക്ഷെ തടവറയിലിട്ട് നിങ്ങൾക്ക് കൊന്നുകളഞ്ഞേക്കാം, വീട്ടു തടങ്കലിട്ട് നിങ്ങൾ കൊന്നുകളഞ്ഞേക്കാം. ഒരുപക്ഷെ ഞങ്ങൾക്ക് ആ മനുഷ്യന്റെ മയ്യത്ത് പോലും കാണാത്ത രീതിയിൽ ക്രൂരമായി നിങ്ങൾ ചെയ്തേക്കാം. പക്ഷേ അദ്ദേഹം ഉയർത്തിവിട്ട ആദർശം, ആ വിശ്വാസം, ആ പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾ കേരളത്തിന്റെ അന്തരീക്ഷരങ്ങളിൽ ഇന്നും സംഘപരിവാർ ഫാസത്തിനെതിരെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവായ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്ന
ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ പ്രതീകത്തെ തകർത്ത, ആയിരക്കണക്കിന് ന്യൂനപക്ഷങ്ങളെ കശാപ്പ് ചെയ്ത, കൊന്നുകളഞ്ഞ സംഘപരിവാറിനെതിരെയുള്ള ശബ്ദം ഇന്നും അന്തരീക്ഷത്തിലുണ്ട് കുഞ്ഞാലിക്കുട്ടി. അത് അധികാരത്തിന് വേണ്ടിയല്ല, അധികാരത്തിന്റെ അപ്പക്കഷ്ണത്തിന് വേണ്ടി നിങ്ങൾ ബാബരി മസ്ജിദ് തകർക്കുമ്പോൾ കോണി വെച്ചു കൊടുത്തു കേരളത്തിലെ മുസ്ലിങ്ങളോട്. അന്ന് ചന്ദ്രികയിൽ നിങ്ങൾ പറഞ്ഞെന്താ? ബാബരി മസ്ജിദിന് ഒന്നും സംഭവിക്കില്ല, നരസിംഹറാവു, ഹൈദരലി, പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ പത്രക്കട്ടിങ് ഇവിടെയുണ്ട്. നീ നന്നായി എന്താന്ന് മനസ്സിലായില്ല. ചില കമന്റുകളുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും കമന്റിനൊന്നും മറുപടി പറയുന്നില്ല. എന്തായാലും ഞാൻ ലൈവ് നിർത്തുകയാണ്. അപ്പോൾ കമന്റിന് ചില മറുപടി പറയുന്ന മുമ്പ് എന്തായാലും ചീത്ത പറഞ്ഞാലും എന്നെ വ്യക്തിപരമായി നടത്തിയാലും എൻ്റെ കുടുംബത്തിലേക്ക് അരി കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ലൈവല്ല ഞാൻ പറഞ്ഞത്. ഇല്ല, ഞാനുള്ള ഏതെങ്കിലും പാർട്ടിക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഇനി ലൈവ് ഇട്ട് വൈറലാവാൻ താല്പര്യമുള്ള 100 കണക്കിന് 1000 കണക്കിന് വീഡിയോ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ കഴിഞ്ഞ 20 വർഷമായി പ്രസംഗങ്ങളും വാർത്തകളും യൂട്യൂബിലൊക്കെ ഉള്ള ഒരാളാണ്. മില്യൺ കണക്കിന് ആള് വീഡിയോ കണ്ട ഒരാളാണ്. ഇനി കുഞ്ഞാലിക്കുട്ടി എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വൈറലായി വലിയ ആളാവാൻ താല്പര്യമില്ല. പക്ഷെ ഒരു മനുഷ്യനെ, ഇങ്ങനെ പച്ചയായ മനുഷ്യനെ വേട്ടയാടുന്ന കണ്ടപ്പോൾ ചലിക്കാത്ത നാവ് പോലും ചലിച്ചു പോകുമെന്ന് പറഞ്ഞതുപോലെ, അതുകൊണ്ടാണ് കുറെ കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട പ്രിയപ്പെട്ടവരെ, അബ്ദുൽ നാസർ മഅ്ദനിയുടെ മോചനം ലീഗ് സ്വപ്നം കാണുമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചു പോകണ്ട. ലീഗ് സ്വപ്നം കാണും. ഒരു ഇടപെടലുമില്ല, ഒരു തിരുത്തലുമില്ല. അബ്ദുൽ നാസർ മഅ്ദനിയെ കേരളത്തിൽ വരാതിരിക്കാൻ പ്രാർത്ഥനാ സദസ്സ് പോലും ഈ ലീഗ് നടത്തും. അതാണ് ലീഗ് എന്ന് നിങ്ങൾ ചിന്തിച്ചോ? അബ്ദുൽ നാസർ മഅ്ദനി എന്ന വിപ്ലവ ഒരാളിക്ക് വേണ്ടി നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ സഹായം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മർദ്ദിതന്റെ പ്രാർത്ഥന വെറും വാക്കാവില്ല കുഞ്ഞാലിക്കുട്ടി. മുസ്ലിം ലീഗ് ചിന്തിച്ചോ? ഒരു ദിവസം കടന്നു വരും, കൊടുങ്കാറ്റ് പോലെ, സുനാമി പോലെ കടന്നു വരും. അത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആ മനുഷ്യനെ, പച്ചയായ മനുഷ്യനെ നിങ്ങൾ വേട്ടയാടുന്നുണ്ടല്ലോ, ആ വേട്ടയാടലിനൊരു പകരം ഈ ദുനിയാവിൽ വെച്ച് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം CM ഉസ്താദിനെ കൊന്നവരെ ദുനിയാവിൽ വെച്ച് കാണാൻ പറ്റുമെന്ന് ത്വാക്ക ഉസ്താദ്, സൂഫി വര്യനായ CM ഉസ്താദിനെ കൊന്നുകളഞ്ഞ ഘാതകരെ ഈ ദുനിയാവിൽ വെച്ച് കാണാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന്റെ മരുമകൻ, വലിയ പണ്ഡിതൻ, മുസാഫ്രാംഗമായ ത്വാക്ക ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അബ്ദുൽ നാസർ മഅ്ദനിയെ വേട്ടയാടിയവരുടെ ആ സുനാമി ദുരന്തത്തിൽ, ആ കൊടുങ്കാറ്റിൽ, ആ ദുരന്തത്തിൽ ഉള്ള ആ മർദ്ദിതന്റെ പ്രാർത്ഥനയിൽ കുടുങ്ങിപ്പോകുന്നത് കാണുമെന്ന് ഇൻഷാ അല്ലാഹ് പ്രതീക്ഷിച്ചുകൊണ്ട്, നിങ്ങൾക്ക് ആർക്കും വൈകാരിക തോന്നിയേക്കാം, വ്യക്തിപരമായി എന്നോട് വിദ്വേഷം തോന്നിയേക്കാം. ഇതിൽ എന്ത് ഉണ്ടായാലും ഞാൻ ഏറ്റെടുത്തോളാം. തെറ്റാണോ ശരിയാണോ? പാണക്കാട് സാദിഖ് അലി തങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ, സാദിഖ് അലി തങ്ങൾ നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ജില്ലാ നേതാവാണ് പൂക്കോയ തങ്ങൾ. 850 പേരെയാണ് വഞ്ചിച്ചത്. ഇപ്പോൾ 150 പേരെ വാഹന അപകടത്തിൽപ്പെട്ട ഭർത്താവിന് ഇൻഷുറൻസായി ലഭിച്ച പണം കൊണ്ടുപോയി ഫാഷൻ കൊണ്ടിൽ നിക്ഷേപിച്ചു. മകളെ കല്യാണം 10 രൂപയില്ലാതെ കൈ നീട്ടുകയാണ് കുടുംബം. എവിടെ നിന്നും പിരിവെടുത്ത് സാദിഖ് അലി തങ്ങൾ നടത്തിയ ഒരു സമ്മേളനത്തിലെ 20 ലക്ഷവും 30 ലക്ഷവും ചെലവാക്കി സമ്മേളനം നടന്നു. അതിൽ ഒരു ഭാഗം കൊടുത്ത് ആ പാവപ്പെട്ടവരെ സഹായിക്കാൻ പറ്റും. പറഞ്ഞാൽ കൂടിപ്പോവും. ഒന്നും പറയുന്നില്ല. കേട്ട എല്ലാവർക്കും പറ്റുന്നവർ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ കാര്യത്തോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 100 പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പൊ ഇൻഷാ അല്ലാഹ് വാക്കിൽ ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ കാര്യം ഒന്നും പിൻവലിക്കുന്നില്ല, ഉപയോഗിച്ച വാക്കുകൾ പാളിച്ചയോ തെറ്റോ അതിന്റെ ഡേറ്റോ മറ്റുള്ളതോ ഉണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ധീര ധീര വിപ്ലവാഭിവാദി.